السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആന്റെ അവതരണ മാസമായ റമദാൻ അതിൻ്റെ അവസാനത്തെ 10 വളരെ പ്രധാനപ്പെട്ട സമയത്തേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട റമദാൻ ഗാദറിങ്ങിൽ മൗലവി അബ്ദുസലാം മുവങ്ങത്തിൻ്റെ സംസാരത്തിന് ശേഷം ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഉള്ള തുറന്ന ചോദ്യോത്തരം നടക്കുകയാണ്. വിഷയസംബന്ധിയായ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ച് ഈ തുറന്ന സംവാദ വേദിയെ അർത്ഥമുള്ളതാക്കി തീർക്കണമേ എന്ന് ആമുഖമായി എല്ലാവരോടുമായി അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാന്യനായ സുഹൃത്തിൻ്റെ ചോദ്യം കേരളത്തിലെല്ലാം ഇപ്പോൾ സ്ത്രീപീഡനം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു സമയമാണ്. ജിഷ വധക്കേസിനോടനുബന്ധിച്ച് അതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടായി. അതിനുശേഷം ഇപ്പോൾ മറ്റൊരു ദളിത് പെൺകുട്ടി കേരളത്തിൻ്റെ പുറത്ത് നിന്ന് വളരെ ക്രൂരമായി അപഹസിക്കപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വന്നു. ഇതില്ലാതെയാക്കുവാനുള്ള ഇസ്ലാമിൻ്റെ ഈ രംഗത്തുള്ള മാർഗനിർദ്ദേശം എന്താണ് എന്നാണ് ചോദ്യം. ഇസ്ലാം ഏതൊരു സാമൂഹ്യ തിന്മയെയും അടിസ്ഥാനപരമായി സമീപിക്കുന്നത് മനുഷ്യരുടെ മനസ്സുകൾക്കകത്ത് മാറ്റമുണ്ടാക്കിക്കൊണ്ട് സംസ്കരിച്ചുകൊണ്ട് ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഏത് തിന്മയാണെങ്കിലും ആ തിന്മകളിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് അടിസ്ഥാനപരമായ ആവശ്യം അവരുടെ ഹൃദയങ്ങൾക്കകത്ത് വിശ്വാസം ഊട്ടുകയാണ് എന്നാണ് ഇസ്ലാമിൻ്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട്. വിശ്വാസം ഊട്ടപ്പെട്ടാൽ സർവ്വലോകരക്ഷിതാവായ തമ്പുരാനിലുള്ള അടിസ്ഥാനപരമായ വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ രക്ഷാശിക്ഷകളെക്കുറിച്ചുള്ള മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസം രൂഢമൂലമായി കഴിഞ്ഞാൽ ഏത് സാമൂഹ്യ സാഹചര്യമുണ്ടെങ്കിലും തിന്മകളിലേക്ക് ആളുകൾ പോകാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ രാവും പകലുമെല്ലാം രഹസ്യമായും പരസ്യമായുമെല്ലാം സർവശക്തനായ തമ്പുരാനെ ആദരിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന രൂപത്തിലുള്ള വിശ്വാസത്തിന്റെ ശാക്തീകരണമാണ് ഇത്തരം രംഗങ്ങളിൽ ഒന്നാമതായി ഉണ്ടാകേണ്ടത്. അതോടൊപ്പം തന്നെ ഇത്തരം തിന്മകൾ കടന്നു വരുന്ന വാതിലുകൾ അടക്കേണ്ടതുണ്ട്. ഇസ്ലാം സ്ത്രീ പുരുഷ ബന്ധത്തെ വിശുദ്ധമായൊരു ബന്ധമായിട്ടാണ് കാണുന്നത്. ആണിനെയും പെണ്ണിനെയും പടച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ളത് അവർക്ക് പാരസ്പര്യത്തോടുകൂടി ഇണകളായി ജീവിക്കുവാൻ വേണ്ടിയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُم مِّنْ أَنفُسِكُمْ أَزْوَاجًا لِتَسْكُنُوا إِلَيْهَا وَجَعَلَ بَيْنَكُمْ مَوَدَّةً وَرَحْمَةً. ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറത്തുർ റൂമിലെ 21-ാമത്തെ വചനമാണ്. തീർച്ചയായും വലിയ ദൃഷ്ടാന്തമാണുള്ളത് മനുഷ്യർക്ക് അവർക്ക് ഇടയിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നതിൽ. എന്തിനാണ് ഇണകളെ സൃഷ്ടിച്ചത്?
അവർ സമാധാനത്തോടുകൂടി പാരസ്പര്യത്തോടുകൂടി പരസ്പരം ഒരുമിച്ച് ചേരുവാൻ വേണ്ടിയാണ്. എന്നിട്ട് അവർ തമ്മിൽ അവരുടെ ഹൃദയങ്ങൾക്കകത്ത് അല്ലാഹു സ്നേഹവും കാരുണ്യവും വിട്ടുകൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ പെണ്ണും പുരുഷനും തമ്മിലുള്ള ബന്ധം ഈ സ്നേഹത്തിനും കാരുണ്യത്തെയും പരസ്പരം കൈമാറുന്നതിന് വേണ്ടിയാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇണകൾ തമ്മിലുള്ള ബന്ധം ദൃഢമാകണം. ഇണകൾ തമ്മിൽ ആകർഷിക്കുന്നതിന് വേണ്ടി സർവ്വലോക രക്ഷിതാവായ തമ്പുരാൻ മനുഷ്യരുടെ ശരീരത്തിൽ സൃഷ്ടിച്ചു വെച്ച ഒരുപാട് അനുകൂലനങ്ങളുണ്ട്. ആ അനുകൂലനങ്ങൾ ഉപയോഗിക്കപ്പെടേണ്ടത് ഇണകൾ തമ്മിലാകണം, നിയമപരമായ ഇണകൾ തമ്മിൽ. അപ്പോൾ മാത്രമേ സമാധാനം ഉണ്ടാകുള്ളൂ, അപ്പോൾ മാത്രമേ ശാന്തി ഉണ്ടാകൂ, അപ്പോൾ മാത്രമേ സംതൃപ്തി ഉണ്ടാകൂ, അപ്പോൾ മാത്രമാണ് കുടുംബം ഉണ്ടാവുക. കുടുംബത്തിനകത്താണ് ഇമ്പമുണ്ടാകുക, സമാധാനമുണ്ടാവുക, ശാന്തി ഉണ്ടാവുക, ഇഷ്ടമുണ്ടാവുക. അതുകൊണ്ട് തന്നെ കുടുംബ സ്ഥാപനത്തെ തകർക്കുന്ന എല്ലാത്തിനെയും ഇസ്ലാം വളരെ ശക്തമായി നിരോധിച്ചു. ആ കുടുംബസ്ഥാപനത്തെ തകർക്കുന്ന ഏത് കാര്യമുണ്ടെങ്കിലും ആ കുടുംബസ്ഥാപനത്തെ തകർക്കുന്നതായിട്ടാണ് ഇസ്ലാം കരുതുന്നത്. സാമൂഹ്യമായ വലിയ തിന്മയായിട്ടാണ് ഇസ്ലാം കരുതുന്നത്. നിയമപരമായി വിവാഹിതരാകാത്ത ആളുകൾ തമ്മിലുള്ള ശാരീരികമായ ബന്ധം, അതിനെന്ത് പേരിട്ട് വിളിച്ചാലും ആ ബന്ധം ഉണ്ടായിക്കൂടാ എന്ന് ഇസ്ലാം ശക്തമായി തന്നെ പറയുന്നു. വ്യഭിചാരം അത് രണ്ടു കൂട്ടരും ഇഷ്ടപ്പെട്ടാണെങ്കിലും ഇഷ്ടപ്പെട്ടല്ലെങ്കിലും ഒരു കാരണവശാലും ഉണ്ടായിക്കൂടാ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. പെണ്ണും പുരുഷനും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടേണ്ടത് നിയമപരമായി അവർ തമ്മിൽ ഇണകളായി മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാകണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അങ്ങനെ ഇണകളായി മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ബന്ധപ്പെടേണ്ട സ്ത്രീ പുരുഷ ബന്ധത്തെ അതിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനെ ഇസ്ലാം ശക്തമായി വിലക്കുന്നു. അതുകൊണ്ട് തന്നെ പെണ്ണിനെ കച്ചവട വസ്തുവാക്കുകയും പെണ്ണിനെ കേവലമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന സംസ്കാരത്തെ ഇസ്ലാം അകറ്റി നിർത്തുന്നു. സ്ത്രീയും പുരുഷനും ആവശ്യമായ രൂപത്തിലുള്ള സംവേദനങ്ങൾ നടക്കണമെങ്കിലും സ്ത്രീ പുരുഷന്മാർ തമ്മിലുണ്ടാകേണ്ട അകലം അത് പാലിക്കപ്പെടേണ്ടതാണ് എന്ന് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നു. പെണ്ണിന്റെ സൗന്ദര്യം പ്രദർശന വസ്തുവാക്കിക്കൂടാ എന്ന് ഇസ്ലാം പറയുന്നു. ഇവിടെ എല്ലാം ഏറ്റവും വലിയ ക്രിമിനലായി കടന്നു വരുന്നത് പെൺസൗന്ദര്യത്തിന്റെ പ്രകടനമാണ് എന്നുള്ളതാണ് വാസ്തവം. സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ കടന്നു വരാനുള്ള കാരണം ആ അതിക്രമിക്കപ്പെടുന്ന പെണ്ണിന്റെ സൗന്ദര്യത്തിന്റെ പ്രകടനം മാത്രമല്ല, മറിച്ച് സമൂഹത്തിൽ പെണ്ണിന്റെ സൗന്ദര്യം പരസ്യ പലകകളിലാണെങ്കിലും ദൃശ്യമാധ്യമങ്ങളിലാണെങ്കിലും കമ്പ്യൂട്ടർ മാധ്യമങ്ങളിലും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലാണെങ്കിലും എല്ലാം പെണ്ണിന്റെ അർദ്ധനഗ്നവും പൂർണ്ണനഗ്നവുമായ ശരീരഭാഗങ്ങളെ ആസ്വദിക്കുവാനുള്ള പൂർണ്ണമായ അവസരങ്ങൾ തുറന്നിടപ്പെടുമ്പോൾ പുരുഷ ശരീരം തീർച്ചയായും സ്വാഭാവികമായും ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് പ്രചോദിതമാകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. അത് ശരീരശാസ്ത്രമാണ്, ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ലാത്ത ശരീരശാസ്ത്രം. അതുകൊണ്ടാണ് പെണ്ണിന്റെ സൗന്ദര്യത്തെ കച്ചവടവൽക്കരിക്കപ്പെടുന്ന സമൂഹങ്ങളിൽ മുഴുവനും പെണ്ണിനെതിരെയുള്ള അതിക്രമങ്ങൾ ഏറെയേറെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സ്ഥിതിയും മറ്റൊന്നല്ല. പോസ്റ്ററുകളിലും സിനിമകളിലും മീഡിയകളിലുമെല്ലാമായി പെൺസൗന്ദര്യത്തെ കച്ചവടവൽക്കരിക്കപ്പെടുന്ന പെൺസൗന്ദര്യത്തെ തുറന്നിടുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ പെണ്ണിനെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ ഒന്നാമതായി ഉണ്ടാകേണ്ടത് അങ്ങനെ ലൈംഗിക ത്വര വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ ഇല്ലാതെയാവുകയാണ്. പെണ്ണിന്റെ സൗന്ദര്യ പ്രകടനം ഇല്ലാതെയാകണം. പരസ്യപ്പലകകളിൽ അർദ്ധനഗ്നകളും പൂർണ്ണനഗ്നതകളും പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിക്കൂടാ. അതോടൊപ്പം തന്നെ
പെണ്ണും പുരുഷനും തമ്മിൽ പാലിക്കേണ്ട കൃത്യമായ അകലവും അടുപ്പവും പാലിക്കപ്പെടേണ്ടതുണ്ട്. അന്യസ്ത്രീ പുരുഷന്മാർ പരസ്പരം തുറന്നിടപഴകുന്ന സ്വകാര്യതകൾ ഉണ്ടാകുന്നത് പലപ്പോഴും കുഴപ്പമുണ്ടാക്കുന്നു. അതൊരു സത്യമാണ്. ഇസ്ലാം പഠിപ്പിച്ചു, ഒരു അന്യപുരുഷനോടൊപ്പം ഒരു അന്യ സ്ത്രീ സ്വകാര്യതകളിൽ ഒരിക്കലും ഒരുമിച്ചുണ്ടായിക്കൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആണും പെണ്ണും മാത്രം ഒരിക്കൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ മൂന്നാമതായി പിശാചപടി ഉണ്ടാകുമെന്നാണ്. അത് കേവലം സ്വകാര്യ മുറികളിലെ മാത്രം കാര്യമല്ല, സ്വകാര്യ സംഭാഷണങ്ങളിലും സ്വകാര്യ മെസ്സേജിങ്ങിലുമെല്ലാം അത് പാലിക്കപ്പെടേണ്ടതുണ്ട്. പുതിയ കാലത്ത് സ്വകാര്യ മുറികളെക്കാൾ അപകടകരമാണ് സ്വകാര്യമായ ചാറ്റിംഗ് മുറികൾ എന്നുള്ളതാണ് വാസ്തവം. ചാറ്റ് റൂംസ് സ്വകാര്യ മുറികളെക്കാൾ അപകടകരമാണ് സോഷ്യൽ മീഡിയയിലെ സ്വകാര്യമായ ചാറ്റ് റൂമുകൾ എന്ന വസ്തുത ഇന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അന്യ സ്ത്രീ പുരുഷന്മാർ സ്വകാര്യ ചാറ്റ് റൂമുകളിൽ പരസ്പരം ചാറ്റ് ചെയ്യുന്ന അവസ്ഥാവിശേഷം ഇല്ലാതെയാകണം. അത് സ്വകാര്യ മുറികളെ പോലെ തന്നെയാണ്. ഇങ്ങനെയുള്ള സ്ത്രീയും പുരുഷനും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അവർ സ്വകാര്യമായി യാത്ര ചെയ്യപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകരുത്. ആണും പെണ്ണും അന്യ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന അവസ്ഥയുണ്ടാകരുത്. ഈ കാര്യങ്ങൾ പാലിക്കപ്പെടുമ്പോൾ ഏത് സമൂഹത്തിലാണെങ്കിലും പെണ്ണിനെതിരെയുള്ള അതിക്രമങ്ങൾക്ക് വലിയ പരിധി വരെ തീർച്ചയായും തടയിടാൻ കഴിയും. ഞാൻ ഒന്നാമത് പറഞ്ഞു, വിശ്വാസപരമായി തീർച്ചയായും വലിയ സംസ്കരണം നടക്കണം. അതോടൊപ്പം തന്നെ പെണ്ണിന് നേരെ അതിക്രമം നടക്കുവാനുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ ഇല്ലാതെയാകണം. മൂന്നാമതായി, ഇങ്ങനെ അതിക്രമങ്ങൾ ഉണ്ടായാൽ ആ അതിക്രമങ്ങൾക്കെതിരെയുള്ള ശക്തമായ ശിക്ഷകൾ ഉണ്ടാകണം. ആ ശിക്ഷകളുടെ അഭാവം ഇന്ത്യയിൽ വലിയൊരു പ്രശ്നം തന്നെയാണ്. വേണ്ട രൂപത്തിൽ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമല്ല, പലപ്പോഴും ആ കുറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം വർഷങ്ങളോളം എടുത്തിട്ടാണ് അതിന്റെ നിയമ ഊരാക്കുടുക്കുകൾ പലപ്പോഴും അടിക്കേണ്ടി വരുന്നത്. അതിനു പകരം പെണ്ണിനെതിരെയുള്ള അതിക്രമങ്ങൾ, ലൈംഗികമായ അതിക്രമങ്ങൾ, അത് വളരെ പെട്ടെന്ന് തന്നെ വിചാരണ നടത്തി ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയും ആ ശിക്ഷ മാതൃകാപരമാവുകയും ചെയ്യുമ്പോഴാണ് പെണ്ണിനെതിരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതെയാവുക. പലപ്പോഴും ഇസ്ലാമിക ശിക്ഷാ സമ്പ്രദായങ്ങളെ ക്രൂരമെന്നും നികൃഷ്ടമെന്നുമെല്ലാം പറഞ്ഞ് വിമർശിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളടക്കം ഇത്തരം സന്ദർഭങ്ങളിൽ സ്വാഭാവികമായി പറഞ്ഞു പോകുന്നു, ഇസ്ലാമികമായ നിയമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലെന്ന്. നമുക്കറിയാം, ഡൽഹി പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞ സംഭവമുണ്ടായപ്പോ ആ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് പറയാനുണ്ടായിരുന്നത് എന്തായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. അവരെ ആ കുറ്റവാളികളെ എന്ത് ചെയ്യണമെന്നായിരുന്നു അവർക്ക് പറയാനുണ്ടായിരുന്നത്? അവരെ കൊന്നുകളയണമെന്നായിരുന്നു പറയാനുണ്ടായിരുന്നത്. അവർക്ക് മാത്രമല്ല, അന്ന് അതിനെതിരെ പ്രതിഷേധം നയിച്ചുകൊണ്ടിരുന്ന സെക്കുലർ ബുദ്ധിജീവികൾ പോലും മാതൃകാപരമായി ഇവരെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്താ മാതൃകാപരമായ ശിക്ഷ? ഇന്ത്യയിൽ കുറച്ചു കാലം ജയിലിലേക്ക് പറഞ്ഞേക്കും, അതാണ് മാതൃകാപരമായ ശിക്ഷ. പലപ്പോഴും ജയിലിലെ പുതിയ കുറ്റവാളികളെ സൃഷ്ടിക്കുന്ന കേന്ദ്രങ്ങളാണ് എന്നുള്ള വസ്തുത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ പുതിയ ദിശ വധക്കേസിനോടനുബന്ധിച്ച് കേരളത്തിൽ നിന്നുള്ള ഒരു സിനിമാ നടൻ, അദ്ദേഹം രാജ്യസഭാ MP ആയി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആളുകൂടിയാണ് BJP-യുടെ. അദ്ദേഹം ഈ സന്ദർഭത്തിൽ പറഞ്ഞുപോയി, സൗദി അറേബ്യയിലേതുപോലെയുള്ള ശിക്ഷ നടപ്പാക്കാൻ കഴിഞ്ഞാലാണ് ഇവിടെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇല്ലാതെയാവുകയുള്ളൂ എന്ന്. അത് പറഞ്ഞ വായിൽ നിന്നത് വരാനിടയില്ല. അപ്പോഴേക്ക് കേരളത്തെ സാമൂഹ്യ രംഗം പ്രക്ഷുബ്ധമായി. ഇസ്ലാമിന്, പരിശുദ്ധ ഖുർആനിന്,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുകൂലമായ ഒരു വർത്തമാനം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീടും എന്നുള്ള രൂപത്തിലാണ് പലപ്പോഴും പലരും പ്രതികരിക്കുന്നത്. അപ്പോഴേക്ക് സൗദി അറേബ്യയിൽ യാതൊരു നീതിയുമില്ല എന്ന രൂപത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായി. അത് മറ്റൊരു വശമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് മൂന്നാമതായി ഉണ്ടാകേണ്ടത് ഇതാണ്: ശക്തമായ ശിക്ഷ നടപ്പാക്കണം. ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അവിടെ പെണ്ണിനെതിരെയുള്ള അതിക്രമങ്ങൾക്ക് മാത്രമല്ല ശിക്ഷിക്കേണ്ടത്. വിവാഹബാഹ്യമായ ലൈംഗിക ബന്ധം അത് പെണ്ണിനെതിരെയോ പുരുഷനെതിരെയുള്ള അക്രമമല്ലെങ്കിലും അത് സമൂഹത്തിനെതിരെയുള്ള അക്രമമാണ്. അത് വ്യാപകമായി കഴിഞ്ഞാൽ സാമൂഹിക ധാർമ്മികതയാണ് തകരുക. സാമൂഹിക ധാർമ്മികത തകരുന്നതാണ് ഇത്തരം പ്രശ്നങ്ങളുടെ മുഴുവനും അടിസ്ഥാനപരമായ കാരണം. അതുകൊണ്ട് തന്നെ അത്തരം തിന്മകളെ ശക്തമായി ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ കൂടി ഉണ്ടാകുമ്പോഴാണ് സമൂഹത്തിൽ സ്വൈര്യമായി പെണ്ണിന് ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടാവുക എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഈ രംഗത്തുള്ള ഇസ്ലാമികമായ പരിഹാരം ഈ 3 തലങ്ങളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. ഇടതുവശത്ത് മൈക്ക് പോയിന്റ് വരും. ഗുഡ് ഈവനിങ്. ഞാൻ ഇന്നലെ ചർച്ചയിൽ ചോദിച്ചിരുന്നു, അതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ഇസ്ലാമിൽ കള്ളം പറയുന്നവർക്കുള്ള ശിക്ഷയുണ്ട് ചോദ്യമാണ്. ഇപ്പോൾ ഇസ്ലാമിക നിയമത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, കള്ളം പറയുന്നവർക്കുള്ള ശിക്ഷയുണ്ട്. ആ ഒരു ശിക്ഷ എന്താണെന്ന് മാത്രം ഒന്നറിയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ചോദ്യത്തിലേക്ക് കിടക്കാൻ പറ്റും. നുണ പറയുന്നതിനുള്ള ശിക്ഷ. ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിലാണെങ്കിൽ നുണ പറയുന്നതിന് എന്താണ് ശിക്ഷ എന്നാണ് ചോദ്യം. നുണ പറയുന്നതിന് എന്ന രൂപത്തിലൊരു ശിക്ഷ വിധിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ നുണ ചിലപ്പോൾ വൈയക്തികമായ നുണകളായിരിക്കും. അതിന് മരണാനന്തര ജീവിതത്തിലുള്ള ശിക്ഷയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നുണ അതുണ്ടാക്കുന്ന പ്രശ്നം എന്താണോ അതിനനുസരിച്ചാണ് കോടതികൾ ശിക്ഷ വിധിക്കുക. ഒരു വ്യക്തി അയാളുടെ ഇണയോടൊരു നുണ പറഞ്ഞാൽ, അയാളുടെ മകനോടൊരു നുണ പറഞ്ഞാൽ, മകൻ വാപ്പാനോടൊരു നുണ പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ ഒരു കോടതി നടത്തേണ്ട ശിക്ഷയായി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ അതുണ്ടാക്കുന്ന സാമൂഹികമായ എന്ത് പ്രശ്നമാണോ ഉള്ളത് ആ പ്രശ്നത്തിനനുസരിച്ചായിരിക്കും ശിക്ഷ വിധിക്കുക. കേവലമായി നുണ പറയുക എന്നത് മാത്രമായി ഒരു ശിക്ഷിക്കപ്പെടേണ്ട കുറ്റമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പൊതുസമൂഹത്തോടാണ് നുണ പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാക്ഷ്യം പറയുന്നതെങ്കിൽ അതിന് ശിക്ഷ വിധിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു പബ്ലിക്, ഇപ്പൊ ഈ ഇരിക്കുന്ന പബ്ലിക്കിനോട് ഒരു നുണ അല്ലെങ്കിൽ ഒരു കളവ് അല്ലെങ്കിൽ ഒരു തെറ്റായ കാര്യം പഠിപ്പിക്കുകയാണെങ്കിൽ അതിന് ശിക്ഷ വിധിച്ചിട്ടുണ്ടോ? ഇസ്ലാമിലാണ്, മതത്തിൽ ഇസ്ലാം പറയുന്നതാണ്, അല്ലാതെ സൗദിയിലോ യുഎഇയിലോ ഉള്ള നിയമത്തെ കുറിച്ചല്ല. സുഹൃത്തെ, നിങ്ങൾ ചോദ്യത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ഉപചോദ്യം ചോദിക്കുന്നതെങ്കിൽ അത് ഒഴിവാക്കി നേരെ ചോദ്യത്തിൽ വരുന്നതാണ് ഭംഗി. കാരണം അദ്ദേഹത്തിന് മറുപടി പറയാൻ അതായിരിക്കും കൂടുതൽ സൗകര്യം ഉണ്ടാവുക. കാരണം കുറെ ഉപചോദ്യങ്ങൾ ചോദിച്ച് ചോദ്യത്തിലേക്ക് വരിക എന്നത് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. നേരെ ചൊവ്വേ നിങ്ങൾക്ക് ചോദ്യത്തിലേക്ക് വരാം. ഞാൻ ചോദ്യത്തിലേക്ക് വരാം. ഇന്നലെ താങ്കൾ ഞാൻ ദാവീദിന്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, ദാവീദിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, ദാവീദ് പല സ്ത്രീകളുടെയും കുളിമുറികൾ ഒളിഞ്ഞു നോക്കുകയും അവരെ കുളിക്കുന്നത് കാണുകയും അവരെ കിടപ്പറയിലേക്ക് ആനയിക്കുകയും അവരുമായി രമിക്കുകയും ചെയ്തുവെന്ന്. ഞാൻ ബൈബിൾ വായിച്ചു. അതിൽ കാണിക്കുന്നത് ഇങ്ങനെയാണ്: ദാവീദ് തന്റെ പടത്തലവനായ ഉറിയായുടെ ഭാര്യ ദാവീദ് മട്ടുപ്പാവിൽ നിൽക്കുമ്പോൾ അവർ കുളിക്കുന്നത് കണ്ടത് ആരാന്ന് അന്വേഷിക്കുകയും അറിയുക അവരുമായിട്ട് രമിക്കുകയും ചെയ്യുന്ന പല സ്ത്രീകളെന്ന് പ്രയോഗം തെറ്റ്. 2 കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കി എന്ന് പറയുന്ന പ്രയോഗം തെറ്റ്. അപ്പൊ ഈ 2 പ്രയോഗം താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി, അല്ലെങ്കിൽ ഏത് ബൈബിളിൽ നിന്ന് കിട്ടി എന്ന് വ്യക്തമാക്കുകയാണെങ്കിൽ നന്നായിരുന്നു. ഇല്ലെങ്കിൽ അതൊരു കളവല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. സുഹൃത്തിന്റെ അഭിപ്രായപ്രകാരം ഞാനാണിപ്പോൾ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കപ്പെടുന്ന ഒരാൾ.
ഞാനിവിടെ പറഞ്ഞത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇന്നലെ ഞാൻ പറഞ്ഞു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാം കാണുന്നത് ഒരു പ്രവാചകനായിട്ടാണ്. പ്രവാചകൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൽ വലിയ തിന്മകൾ വന്നു ഭവിക്കുകയില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത്, ഞാനന്ന് വിശദീകരിച്ചിട്ടില്ല, അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് നോക്കുകയും കുളിമുറികളിൽ ഉള്ള സ്ത്രീകളെ കാണുകയും അവരെ ആഗ്രഹിക്കുകയും അങ്ങനെ അവരെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി അവരുമായി രമിക്കുകയുമെല്ലാം ചെയ്ത വ്യക്തിയായിട്ടാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു. ബൈബിൾ വളരെ കൃത്യമായി തന്നെ ഒരു കഥ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ദാവീദിനെ കുറിച്ച് വളരെ കൃത്യമായി ബൈബിൾ പറയുന്ന ഒരു കഥ വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. ഊരിയ എന്ന് പറയുന്ന ദാവീദിന്റെ പടയാളികളായ ഊരിയാവിന്റെ ഭാര്യ ബേത്ശേബ കുളിമുറിയിൽ കുളിക്കുന്ന സന്ദർഭത്തിൽ ദാവീദ് മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ അത് കണ്ടു എന്നാണ്. തീർച്ചയായും കുളിമുറിയിൽ പോയി ഒളിച്ചു നോക്കിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് മട്ടുപ്പാവിൽ ഉലാത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കുളിമുറിയിൽ കുളിക്കുന്ന ആളെ കാണുക എന്ന് പറഞ്ഞത് തന്നെ ഒരു വിശുദ്ധനായ പ്രവാചകന്റെ കാര്യത്തിൽ, ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രവാചകന്റെ കാര്യത്തിൽ തികച്ചും അസംഖ്യാത്യമുണ്ട്. അങ്ങനെ അത് കാണുകയും അവരെ ബേത്ശേബയെ സ്വന്തം കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയും അവരുമായി രമിക്കുകയും ചെയ്യുന്നു ദാവീദ് ബൈബിൾ പ്രകാരം. അങ്ങനെ രമിച്ചതിന് ശേഷം അവർ ആ ദാവീദിന് ആ സ്ത്രീയിൽ അനുരാഗമുണ്ടാവുകയും അവരെ സ്വന്തമാക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. അതേസമയം സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ദാവീദ് ചെയ്യുന്നത് ഈ സ്ത്രീയുമായി ശാരീരികമായി ബന്ധപ്പെട്ടതിന് ശേഷം സ്ത്രീയിൽക്കുണ്ടാകുന്ന കുഞ്ഞിന്റെ പിതൃത്വാവകാശം ഈ ഊരിയ എന്ന് പറയുന്ന പടയാളിയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അദ്ദേഹം ചെയ്തത് ഊരിയാവിനോട് പലതവണ, പടയാളി യുദ്ധരംഗത്താണ്, ആ പലതവണ യുദ്ധരംഗത്ത് നിന്ന് അദ്ദേഹത്തെ വീട്ടിലേക്ക് പറഞ്ഞയക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അങ്ങനെ വീട്ടിലേക്ക് പറഞ്ഞയക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ ഊരിയാവ് വീട്ടിലേക്ക് പോകുന്നില്ല. വീട്ടിലേക്ക് പോകാതെ അദ്ദേഹം പറയുന്നു, നാടും സൈന്യവും സമരത്തിലാകുമ്പോൾ, യുദ്ധത്തിലാകുമ്പോൾ സ്വന്തം ഇണയോടൊപ്പം രമിക്കുവാൻ എന്നെ കിട്ടുകയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ യുദ്ധത്തിന് നിൽക്കുകയാണ് എന്ന്. അങ്ങനെ യുദ്ധത്തിന് നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് അവിടെ യുദ്ധഭൂമിയിൽ നിന്ന് ഊരിയാവിനെ ചതിച്ചുകൊള്ളുവാൻ വേണ്ടി ദാവീദ് സൈന്യ നായകനോട് കൽപ്പിക്കുന്നു. അങ്ങനെ ആ ഊരിയാവിനെ ചതിച്ച് അദ്ദേഹം കൊല്ലുന്നു. അങ്ങനെ കൊന്നതിന് ശേഷം ഊരിയാവിന്റെ വിധവയെ ദാവീദ് വിവാഹം ചെയ്യുന്നു. ഇതാണ് ബൈബിൾ പറയുന്ന കഥ. ഇതിന്റെ ധാർമ്മികതയാണ് നമ്മൾ ചോദ്യം ചെയ്തത്. ഇതേപോലെ സോളമനെയും അതേപോലെ തന്നെ ദാവീദിനെയും എല്ലാം കുറിച്ച് അവർക്ക് അവരുടെ ധാർമ്മികതയെക്കുറിച്ച് തെറ്റിദ്ധാരണ നിരത്തുന്ന പല കഥകളും നമ്മൾ ബൈബിളിൽ കാണുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അവിടെ ഒരു കളവും പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ബൈബിളിലുള്ളത്. നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. ഒരു ചോദ്യം കൂടിയേ, ഇത് ലാസ്റ്റ് ചോദ്യമാണ്. ഹലോ, അവസാന ചോദ്യം. ഖുർആൻ പറയുന്നു ദാവീദ് ഇരുമ്പിന്റെ പുറത്തിട്ട് മാൻലി ആമർ യൂസ് ചെയ്ത് യുദ്ധം ചെയ്തിട്ടുണ്ടെന്ന്. എന്നാൽ രേഖപ്പെടുത്തിയ എല്ലാ ചരിത്രത്തിലും, നരവംശ ചരിത്രത്തിലും അടക്കം പറയുന്നു ആദ്യമായി ഇരുമ്പിന്റെ പുറത്തിട്ട് ഉപയോഗിച്ച് യുദ്ധം ചെയ്തത് BC 300 അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന പേർഷ്യൻ രാജാവാണ്. അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ കുറിച്ച് കൂടുതൽ പ്രതിപാദിക്കുന്നില്ല. BC 1000 ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ദാവീദ് BC 300 ആദ്യത്തെ ഹ്യൂമൻ ആർമർ, മനുഷ്യപ്പറച്ചൊക്കെ നിർമ്മിക്കപ്പെട്ട BC 300 തമ്മിലുള്ള അന്തരം ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ ഖുർആൻ ഇത് ആധികാരികമായി പറയും അന്നത്തെ കാലത്ത് പറക്കട്ടെ ഉപയോഗിച്ചിരുന്നു. കാരണം അതിനുശേഷം ഒന്നും ഒരു ജനറേഷനിൽ യൂസ് ചെയ്യുന്നില്ല.
BC 4000 മുതൽ രേഖപ്പെടുത്തി വെച്ച ചരിത്രത്തിൽ ഗ്രീക്ക് ശാസ്ത്രജ്ഞന്മാരും നരവംശ ശാസ്ത്രജ്ഞന്മാരും രേഖപ്പെടുത്തിയത് അലക്സാണ്ടറുടെ പടയാളികളുടെ പ്രത്യേകത അവർ ഇരുമ്പിന്റെ മനുഷ്യ പറത്തിട്ട് അണിഞ്ഞാണ് യുദ്ധം ചെയ്തതെന്നാണ്. അപ്പോൾ ആ വാദഗതി തെറ്റല്ലോ? പ്രിയപ്പെട്ട ജോജോ, ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ക്രൈസ്തവ മിഷനറിമാർ എഴുതി വെക്കുന്ന ചവറുകൾ മാത്രം വായിച്ചിട്ട് കാര്യങ്ങളെ കണക്കാക്കരുത്. ഇന്നലെ തന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ യഥാർത്ഥത്തിൽ എസ്രാ പ്രവാചകനുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചു. എസ്രാ പ്രവാചകൻ അഥവാ ഉസൈർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ യമനി ജൂതന്മാരിൽ ചിലർക്ക് എസ്രാ പ്രവാചകൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന വാദമുണ്ടായിരുന്നു എന്ന കാര്യം അറബികളായ പലരും പറഞ്ഞതായി എൻസൈക്ലോപ്പീഡിയ ജൂദായിക്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇന്നലെയാണ് പരിശോധിച്ചത്. എൻസൈക്ലോപ്പീഡിയ ജൂദായിക്കയുടെ ജൂത ചരിത്രം പറയുന്ന എൻസൈക്ലോപ്പീഡിയയുടെ ജൂദായിക്കയുടെ 1118 പേജിൽ വളരെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ യമനി ജൂതന്മാരിൽ ചിലർക്ക് അത് പ്രത്യേകമായ ഒരു ജൂത സെക്റ്റായിരുന്നു എന്നാണ്. എസ്രാ പ്രവാചകൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു എന്ന വാദമുണ്ടായിരുന്നു എന്ന് അറബ് ചരിത്രകാരന്മാരിൽ പലരും സൂചിപ്പിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ അബദ്ധം കണ്ടെത്തുന്നതിനു വേണ്ടി ഗവേഷണം ചെയ്യുന്നത് നല്ലതാണ്, യാതൊരു സംശയമില്ല, നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയെങ്കിലും ഖുർആൻ പഠിക്കാൻ സന്നദ്ധമാവുക. പക്ഷേ അത് കേവലം ഒരു പ്രജുഡൈസോടുകൂടി, ഒരു മുൻധാരണയോടുകൂടി ആകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രമേ സത്യാന്വേഷണമാകൂ, സത്യത്തിലെത്തുവാനുള്ള ഒരു പ്രചോദനമാകൂ. അത് മാത്രമാണ് സത്യത്തിൽ നമ്മളെ എത്തിക്കുകയുള്ളൂ. അത് ആ കാര്യം മനസ്സിലാക്കുക. ഇനി ദാവീദിന്റെ പടച്ചട്ടയും ഇരുമ്പ് ഉപയോഗിച്ചതുമായ കാര്യങ്ങൾ, BC 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അലക്സാണ്ടർ ചക്രവർത്തി, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി, അദ്ദേഹം ഇരുമ്പിന്റെ പടച്ചട്ട ഉപയോഗിച്ചതായി ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്, അല്ലെങ്കിൽ റോമ ഗ്രീക്ക് ചരിത്ര രേഖപ്പെടുത്തപ്പെട്ട സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ അദ്ദേഹം മാത്രമായിരുന്നു ഇരുമ്പ് ഉപയോഗിച്ചത് എന്നവിടെ എവിടെയുമില്ല. അദ്ദേഹത്തെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ചരിത്രം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ചരിത്ര കാലഘട്ടത്തിൽ മാത്രമേ ചരിത്ര കാലഘട്ടമായി നമുക്ക് പറയാൻ കഴിയൂ. എന്തുകൊണ്ടാണ് ഇളമറുകിനെ പോലെയുള്ള ഒരാൾ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നത്? ക്രിസ്തു ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ട കഥാപാത്രമാണ്. ജോസിഫസിന്റെ ചില രേഖകളിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള വർത്തമാനങ്ങളുണ്ട് എന്നുള്ളത് ഒടിച്ചു നിർത്തിയാൽ ചരിത്രത്തിന്റെ ക്ലിപ്തമായ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉപയോഗപ്പെടുത്തി പരിശോധിച്ചാൽ ക്രിസ്തുവിന്റെ അസ്തിത്വം അക്കാലഘട്ടത്തിൽ ഉണ്ടായി എന്ന് പൂർണ്ണമായി തെളിയിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ളതല്ല എന്നതുകൊണ്ടാണ് അത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ഇടമറുക മാത്രമല്ല, പല ചരിത്രകാരന്മാരും അങ്ങനെ വാദിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് വളരെ കൃത്യമായി ചരിത്രപരമായി പറയാൻ കഴിയൂ. ഇപ്പോൾ തന്നെ ഈജിപ്റ്റോളജിയിൽ, ഈജിപ്ഷ്യൻ പുരാവസ്തു ഗവേഷണ രംഗത്ത് ഒരുപാട് പഠനങ്ങളുണ്ടായി 1900ങ്ങളുടെ തുടക്കത്തിൽ. അങ്ങനെയാണ് ഈജിപ്റ്റോളജിയിലെ പുതിയൊരുപാട് വിവരങ്ങൾ ഉണ്ടായത്. ഈജിപ്റ്റോളജി എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ പുരാതനമായ ഫറോവമാരുടെ ജീവചരിത്രത്തെക്കുറിച്ചുള്ള ധാരണകൾ. ആ ധാരണകളിൽ പലതും, പഴയ ധാരണകളിൽ പലതും തിരുത്തപ്പെട്ടു. എങ്ങനെയാണ് തിരുത്തപ്പെട്ടത്? ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന ക്യൂനിഫോം ലിപികൾ, ചിത്രാങ്കിതമായ ലിപികളുണ്ട്. ഇപ്പോഴും നമ്മൾ അവിടുത്തെ പിരമിഡുകളിലെല്ലാം പോയി നോക്കിയാൽ അത്തരം ലിപികളിൽ എഴുതി വെച്ചത് നമുക്ക് കാണാം. ഇത് വായിക്കാൻ കഴിഞ്ഞപ്പോൾ ഇന്നലകളിലുണ്ടായിരുന്ന പല ധാരണകളിലും തിരുത്തപ്പെട്ടു. ലഭിച്ച രേഖകൾ പ്രകാരം അലക്സാണ്ടർ ചക്രവർത്തി ഇരുമ്പിന്റെ പടച്ചട്ട ഉപയോഗിച്ചു എന്ന് പറയാമെന്നല്ലാതെ അലക്സാണ്ടർ ചക്രവർത്തിക്ക് മുൻപാരും ഇരുമ്പ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാൻ മാത്രം അതിനു മുൻപുള്ള ചരിത്ര രേഖകൾ നമ്മളുടെ കയ്യിൽ ഉപലബ്ധമല്ല. അതുകൊണ്ട് തന്നെ കേവലമായി ഖുർആനിൽ പറഞ്ഞൊരു കാര്യത്തെ എടുത്ത് വിമർശിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് വെറുതെ അങ്ങോട്ട് പറഞ്ഞു വെക്കുന്നത് എല്ലാം എടുത്ത് വിമർശിക്കാൻ മെനക്കെടരുത്.
മറിച്ച് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഇരുമ്പ് ഉപയോഗിച്ചിരുന്നതായുള്ള പരാമർശങ്ങളുണ്ട്. ആ ഇരുമ്പ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ആ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇരുമ്പ് ഉപയോഗിച്ചു എന്ന് തന്നെയാണ് അതിനർത്ഥം. ചരിത്രപരമായി ഇല്ല എന്ന് പറയണമെങ്കിൽ കൃത്യമായി ദാവീദിന്റെ കാലഘട്ടത്തിൽ ഇരുമ്പുണ്ടായിരുന്നില്ല എന്ന് സ്ഥാപിക്കുവാൻ സാധിക്കണം. ഒരു ചരിത്രകാരനും ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല. ഇരുമ്പ് എക്സ്ട്രാക്ട് ചെയ്യുന്ന രീതി ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഇല്ല എന്ന് ഒരു ചരിത്രകാരനും ഇതേവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബൈബിളിൽ ആ പരാമർശമില്ല എന്നത് ഒഴിച്ചു നിർത്തിയാൽ വേറെ ഒരാൾക്കും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേവലമായ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ശരിയല്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അല്ലെങ്കിൽ നമുക്ക് വളരെ കൃത്യമായ തെളിവുണ്ടാകണം. എന്താണ് തെളിവുണ്ടാകേണ്ടത്? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഇരുമ്പുണ്ടായിരുന്നിട്ടില്ല എന്നുള്ളതിന് വളരെ കൃത്യമായ തെളിവുണ്ടാകണം. അത്തരം തെളിവ് ഇന്ന് ചരിത്രകാരന്മാരുടെ കൈകളിലില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ മാത്രമുള്ള ദൃഢമായ തെളിവല്ല. എന്റെ സുഹൃത്ത് പറഞ്ഞ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്ത് ഇരുമ്പിന്റെ പടച്ചട്ടയുണ്ടായിരുന്നു എന്ന കാര്യം അതിനുള്ള കൃത്യമായ തെളിവല്ല എന്ന് മനസ്സിലാക്കുക. അടുത്ത് സദസ്സിൽ മറ്റാർക്കെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ ഇടതുവശം. ഷാനി, ഞാനിവിടെ ദുബായിൽ ഇവിടെ അടുത്ത് അൽഹറാൻസി വർക്ക് ചെയ്യുന്നത്. റിയാസാണ് പേര്. സാർ, എൻ്റെ ചോദ്യം, ആത്മഹത്യ പോലും വളരെ കുറ്റകരമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അതേപോലെ തന്നെ പുകവലി പോലും നിഷിദ്ധമാക്കപ്പെട്ടത് നമ്മുടെ ശരീരത്തിന് ഹാനികരമാകും എന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ വധിക്കപ്പെടുന്നത് പോലത്തെയുള്ള നിയമങ്ങൾ ലോഞ്ചിക്കൊന്ന് മനസ്സിലാക്കി കൊള്ളാവുന്നുണ്ട്. അതേപോലെ ഇത്തരത്തിലുള്ള ഒരു വധശിക്ഷ ഇസ്ലാമിന്റെ ആവിർഭാവ കാലത്ത് ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞാൽ കൊള്ളാം. ആത്മഹത്യ പാപമായി കാണുന്ന മതം ഇസ്ലാം. ഒരാൾക്ക് ശരീരത്തിന് ഹാനികരമാകുമെങ്കിൽ പുകവലി അടക്കം ശരിയല്ല എന്ന് പറയുന്ന ഇസ്ലാം പിന്നെ എങ്ങനെയാണ് വധശിക്ഷ നടപ്പാക്കിയത്? ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ വധശിക്ഷ ഉണ്ടായിരുന്നോ എന്നാണ് ചോദ്യം. പരിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി പറയുന്ന കാര്യപാട് വധശിക്ഷയെക്കുറിച്ച്. പരിശുദ്ധ ഖുർആനാണ് ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രമാണം. ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ട്, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട്, നിങ്ങളിൽ നിന്ന് ഒരാളെ കൊന്നുകളഞ്ഞാൽ അതിന് പകരമായി വധശിക്ഷ നടപ്പാക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുകയാണ്. കുത്തിബ അലൈക്കുമുൽ ഖിസാസ്, നിങ്ങൾക്ക് വധശിക്ഷ, ഖിസാസ് എന്ന് പറയുന്നത് അഥവാ നിങ്ങൾ പ്രതിയോഗിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അഥവാ ഇസ്ലാമിക രാഷ്ട്രത്തിന് ഒരാളെ കൊന്നുകഴിഞ്ഞാൽ ആ കൊലയാളിയെ പിടിക്കപ്പെട്ടാൽ അയാളെ തിരിച്ചു കൊല്ലേണ്ടതുണ്ട് എന്നാണ്. അതല്ലെങ്കിൽ ഒരാൾ ആ രൂപത്തിലുള്ള തിന്മ ചെയ്തു കഴിഞ്ഞാൽ ആ രൂപത്തിലുള്ള വധശിക്ഷക്ക് അർഹമായ തിന്മ ചെയ്തു കഴിഞ്ഞാൽ അയാളെ തിരിച്ചു കൊല്ലേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമം. എന്തുകൊണ്ടാണത്? ഇസ്ലാം അത് പഠിപ്പിക്കുവാനുള്ള കാരണം ഇത്തരം തിന്മകൾ തീർച്ചയായും സമൂഹത്തിന് നേരെയുള്ള കടന്നാക്രമണവും തിന്മകളില്ലാതെയുള്ള ഒരു സാമൂഹ്യ ക്രമം നടപ്പാക്കുന്നതിന് വേണ്ടിയാണ്. കട്ടവനെ കൈവെട്ടുകയോ അല്ലെങ്കിൽ കൊലയാളിയെ തിരിച്ചു കൊല്ലുകയോ ഒന്നുമല്ല ഇസ്ലാമിന്റെ ലക്ഷ്യം. മറിച്ച് കളവ് ഇല്ലാത്ത ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കലാണ്. കൊലപാതകമില്ലാത്ത ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കലാണ്. വ്യഭിചാരവും ബലാത്സംഗവും നിലനിൽക്കാത്ത ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കലാണ്. അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നായി ജനങ്ങളുടെ മനസ്സുകൾക്കകത്ത് പടച്ചവനിലുള്ള ബോധവും മരണാനന്തര ജീവിതത്തിലുള്ള ബോധവും സന്നിവേശിപ്പിക്കാൻ സാധിക്കണം. ഒന്ന്. രണ്ടാമതായി അത്തരം തെറ്റുകളിലേക്ക് പോകാനുള്ള സാധ്യത മുഴുവനും അടച്ചു കളയണം. അതിനുള്ള എല്ലാ സാമൂഹികമായ സാഹചര്യങ്ങളും ഇല്ലായ്മ ചെയ്യണം. അത് രണ്ടും ചെയ്തതിനു ശേഷവും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ ഇസ്ലാം കാണുന്നത് അവർ സാമൂഹ്യ ദ്രോഹികളാണ് എന്നാണ്.
അത്തരം ആളുകൾ സമൂഹത്തിലുണ്ടായാൽ സമൂഹത്തിന്റെ ബഹുഭൂരിപക്ഷത്തിനും സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ സാധ്യമല്ലാത്ത അവസ്ഥാവിശേഷമാണ് ഉണ്ടാവുക. ആ അവസ്ഥാവിശേഷം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയാണ് അത്തരം ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കുവാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുമ്പോൾ തീർച്ചയായും ആ ശിക്ഷ സമൂഹം അറിയുമ്പോൾ തീർച്ചയായും അത്തരം തെറ്റുകളിലേക്ക് പോകുവാനുള്ള സാധ്യതകൾ ഇല്ലാതെയാകും എന്നുള്ളത് കൊണ്ടാണ് ആ കാര്യം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമികമായ നിയമങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ അത്തരം കുറ്റകൃത്യങ്ങൾ തുലവും വിരളമായിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ശിക്ഷകൾ പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈ അടിസ്ഥാനപരമായ കൊലയാളിയെ കൊല്ലുക പോലെയുള്ള ശിക്ഷകൾ പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ മുതൽ ആ ശിക്ഷ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. സ്ത്രീകളുടെ ഭാഗത്ത് ചോദ്യമില്ലാമെന്ന് മനസ്സിലാക്കിയിട്ടാണ് വിളിക്കാത്തത്. ആവശ്യമുണ്ടെങ്കിൽ മൈക്ക് ആവശ്യപ്പെടണം. വളണ്ടിയർമാരോട് പറഞ്ഞാൽ മതി. അടുത്ത ചോദ്യം കൂടെ ഇടതുവശത്ത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുൽ കുട്ടി ചേറ്റുവാൾ, തൃശ്ശൂർ ജില്ലയിലെ. എൻ്റെ ചോദ്യം, ജന്മം കൊണ്ട് മുസ്ലിമായി ജനിക്കുകയും, അതായത് ഒരു മുസ്ലിമായ ഉമ്മക്കും ബാപ്പക്കും ജനിക്കുകയും ജീവിതം കൊണ്ട് അമുസ്ലിമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് മറ്റുള്ള രീതിയിലുള്ള ഇസ്ലാമിനെതിരായിട്ടുള്ള ഘടകവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രം വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തി അദ്ദേഹം മരണപ്പെടുകയും ചെയ്താൽ മയ്യത്ത് കബറടക്കുന്നത് സംബന്ധിച്ചും അതുപോലെ മയ്യത്ത് നിസ്കാരം പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചും എന്താണ് ഇസ്ലാമികമായ വിധി? അഥവാ അള്ളാഹുവിൻ്റെ ഹിദായത്ത് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതാണ് എൻ്റെ ചോദ്യം. മുസ്ലിം മാതാപിതാക്കളുടെ മകനായി ജനിക്കുകയും ഇസ്ലാമികമായി ജീവിക്കാത്തയാളുമാണെങ്കിൽ അയാൾക്ക് ഉള്ള ഇസ്ലാമികമായ വിധി എന്താണ്? അയാൾക്ക് മരണാനന്തര കർമ്മങ്ങളെക്കുറിച്ചുള്ള വിധി എന്താണ് എന്നാണ് ചോദ്യം. അയാൾ മതത്തിൽ നിന്ന് പുറത്തു പോകാത്തിടത്തോളം കാലം അയാളുമായി ബന്ധപ്പെട്ട മാനുഷികമായ കർമ്മങ്ങളെല്ലാം നിർവഹിക്കേണ്ടതുണ്ട് എന്നാണ് പൊതുവായി ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതേസമയം അയാൾ മതത്തിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇസ്ലാമിനെ നേർക്ക് നേരെ അള്ളാഹുവിനെയും ഇസ്ലാമിനെയും എല്ലാം നേർക്ക് നേരെ നിഷേധിക്കുന്ന ഒരാളാണെങ്കിൽ അത് വേറെയാണ് വിഷയം. എന്നാൽ അയാൾ തിന്മ ചെയ്യുന്നയാളാണ്, അയാൾ ഇസ്ലാമികമായി ജീവിച്ചിട്ടില്ല എന്നതുകൊണ്ട് മാത്രം അയാളുമായി ബന്ധപ്പെട്ട ഇത്തരം നിയമങ്ങൾ, ആ നിയമങ്ങളിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പൊതുവായി ഒരു മുസ്ലിം മനുഷ്യനായി അയാളെ പരിഗണിക്കണം എന്നാണ് പൊതുവായി ഫിഖ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. തീർച്ചയായും ആ വ്യക്തി അയാളുടെ ജീവിതത്തിലെ ഇസ്ലാമിനോടുള്ള നിഷേധം എന്നിവയെല്ലാം ഏത് തലത്തിലാണ്, എങ്ങനെയാണ് എന്നതെല്ലാം അടിസ്ഥാനത്തിൽ ഈ നിയമങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ് അതിന് മറുപടി പറയേണ്ടത് എന്ന് മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, ചോദ്യം ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കർമ്മശാസ്ത്രപരമായ ചോദ്യങ്ങൾ ഈ സദസ്സിൽ ചോദിക്കാതിരിക്കാനാണ് കൂടുതൽ സൗകര്യം. കാരണം അത്തരം ചോദ്യങ്ങൾക്ക് മുസ്ലിങ്ങളിൽ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായതുകൊണ്ട് അത് ഇസ്ലാമിക പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്യാനും സംശയ നിവാരണം നടത്താനും നമുക്ക് ധാരാളം അവസരങ്ങളുണ്ട്. അക്ബർ സാഹിബ് മത താരതമ്യ പഠനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രഗത്ഭനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമയം നമുക്ക് ആ രീതിയിലേക്ക് ഉപയോഗപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. സദസ്സിൽ അമുസ്ലിം സഹോദരന്മാരുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് കടന്നു വരാം. അവർക്ക് ചോദ്യം ചോദിക്കാൻ പ്രയോറിറ്റി ഉണ്ട് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അടുത്ത ചോദ്യത്തിനുള്ള അവസരം. ചോദ്യം ചോദിക്കുന്നത് പേരാദ്യം പറയും. ഒന്ന്, അമുസ്ലിങ്ങളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അമുസ്ലിങ്ങളായ സഹോദരങ്ങൾ ആരെങ്കിലും ചോദ്യം ചോദിക്കാനുള്ളവരുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുക. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് താഹിർ. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് സ്വദേശം. എനിക്ക് ചോദിക്കാനുള്ളത്, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഈസാ നബിയുടെ
സമുദായമാണ്. അതേപോലെ തന്നെ ജൂതന്മാർ മൂസാ നബിയുടെ സമുദായമാണ്. ഈ പൊതുവെ ഒരു പറയുന്നുണ്ട്, ഈ അടുത്ത സമയത്തൊരു ഇസ്ലാമിക പണ്ഡിതൻ്റെ പ്രസംഗത്തിൽ നിന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചത് ഭാരതത്തിലെ ഹിന്ദുക്കൾ ഇബ്രാഹിം നബിയുടെ സമുദായമാണെന്നും അദ്ദേഹം പറഞ്ഞ ന്യായം ഇബ്രാഹിമിയർ എന്ന പേര് ലോപിച്ചാണ് ബ്രാഹ്മണർ ഉണ്ടായതെന്നും അതേപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ സ്ഥലം എന്ന് പറയുന്നത് ബാബിലോണിയാണ്. അപ്പം ആ ഭാഗം ഉൾപ്പെടുന്ന പേർഷ്യയിൽ നിന്നും ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരികയും അങ്ങനെയാണ് ഇബ്രാഹിം നബിയുടെ സമുദായം ഇന്ത്യയിലെത്തുകയും ചെയ്തത്. പ്രത്യേകിച്ച് അവരുടെ ആരാധനാക്രമങ്ങൾ പറയുകയാണെങ്കിൽ ബ്രാഹ്മണർ പുരുഷന്മാർ വസ്ത്രം ധരിക്കുമ്പോൾ ഷർട്ട് ധരിക്കാറില്ല. അപ്പോൾ അതുപോലെ തന്നെ മുസ്ലിങ്ങൾ കഅബയിൽ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് കഅബ ഹജ്ജിൻ്റെ വേളയിൽ ഷർട്ട് ധരിക്കാറില്ല. അതുപോലെ തന്നെ പൂണൂൽ ധരിക്കുമ്പോൾ അതായത് മുസ്ലിങ്ങൾ മക്കയിൽ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് പൂണൂലിൻ്റെ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്ന അപ്പം അങ്ങനെ ഒരു സാമ്യം ഉള്ളത് കൊണ്ടും അതാണ് അതിനുള്ള സാധ്യതയാണ് പുള്ളി പറയുന്നത്. അതുപോലെ തന്നെ അഥർവവേദത്തിന് മറ്റൊരു പേരാണ് ബ്രഹ്മവേദം. അതിൽ ബ്രഹ്മ എന്ന് ഉദ്ദേശിച്ചത് ഇബ്രാഹിം നബിയാണെന്ന് അവർ വാദിക്കുന്നു. അപ്പോൾ ഇതിന് എന്താണ് ഇസ്ലാമിക വീക്ഷണം? യഹൂദന്മാർ മൂസാ നബിയുടെ സമുദായവും ക്രിസ്ത്യാനികൾ ഈസാ നബിയുടെ സമുദായവുമായതുപോലെ ഹിന്ദുക്കൾ ഇബ്രാഹിം നബിയുടെ സമുദായമാണ് എന്ന് പറയുന്നു. അതിനൊരുപാട് തെളിവ് പറയുന്നു. അതിന് എന്താണ് യഥാർത്ഥത്തിലുള്ള വസ്തുത എന്നാണ് ചോദ്യം. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നൊരു കാര്യം വൈൻ മിൻ ഉമ്മത്തിനില്ല ഖലാഫിഹ നദീർ എന്നാണ്. ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു മുന്നറിയിപ്പുകാരൻ്റെ നിയോഗമുണ്ടായിട്ടല്ലാതെ. എല്ലാ സമുദായങ്ങളിലേക്കും പടച്ചതമ്പുരാന്റെ പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലേക്കും അങ്ങനെ പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ടാകാം. പരിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞ പ്രവാചകന്മാർ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് അത് ബ്രഹ്മാവുമായി ബന്ധപ്പെടുത്തുക എന്നെല്ലാം പറഞ്ഞാൽ ഇബ്രാഹിം നബിനെയും ബ്രഹ്മാവിനെയും അത്രയും വിവരമില്ലാതാവണം, അപ്പോഴാണ് ശരിയാവുള്ളൂ. കാരണം ബ്രഹ്മാവിനെ ബ്രഹ്മപുരാണത്തിലും മറ്റു പുരാണങ്ങളിലുമെല്ലാം പറയുന്ന ബ്രഹ്മാവിന്റെ ഒരു ചിത്രവും ഇബ്രാഹിം നബിയുടെ ചിത്രവും തമ്മിൽ ഒരു ബന്ധമില്ല. പരിശുദ്ധ ഖുർആനിലും ബൈബിളിലുമാണല്ലോ ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്നത്. ആ ബ്രാനുള്ളൊരു പേരുണ്ടെന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ വേറൊരു ബന്ധമില്ല. ആ പേര് വെച്ചിട്ട് കേവലമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബ്രഹ്മാവ് എന്നുള്ള പേരിൽ നിന്നാണ് ഉണ്ടായത് എന്നാൽ എന്തിനാണ് ഇത്ര ഇടങ്ങാറായിട്ട് സ്ഥാപിക്കണമെന്നാണ് അത്തരം ആളുകൾ സ്ഥാപിക്കുന്നത് കേൾക്കുമ്പോൾ തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ആത്യന്തികമായി ചെയ്യാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളും വേദക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ്. ഇന്ത്യയിലെ ഹിന്ദുക്കളും യഥാർത്ഥത്തിൽ വേദക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നുമില്ലെങ്കിലും പരിശുദ്ധ ഖുർആൻ പറയുന്നു പ്രവാചകന്മാർ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. ഭാരതത്തിലേക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ടാകാം. ആ പ്രവാചകന്മാർ പഠിപ്പിച്ച പാഠങ്ങളിൽ പലതും വേദങ്ങളിൽ ഉണ്ടാകാം. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അഹ്ലു കിതാബുകാരിൽ ഹിന്ദുക്കളെ ഉൾപ്പെടുത്താൻ ഒരു നിർവാഹമില്ല. അതിന്റെ കാരണം എന്താ? ഇബ്രാഹിം നബിന്റെ നേരെ സമുദായമാണ്, ഇബ്രാഹിം നബിന്റെ സമുദായമാണ് എന്ന് അറിയുന്നവരാണ്. ഇബ്രാഹിം നബിന്റെ മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുത്രപാരമ്പര്യത്തിലുണ്ടായതാണ് അറബികൾ. ആരാധിച്ചിരുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച, അതിന് പൂണൂലിട്ടിട്ടല്ല, ഇബ്രാഹിം നബി പഠിപ്പിച്ച അതേ രൂപത്തിൽ തന്നെ യഥാർത്ഥത്തിലുള്ള കഅബാലയത്തിന് ചുറ്റും തന്നെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടാണ് അവർ ആരാധിച്ചിരുന്നത്. അവർ നമസ്കരിച്ചിരുന്നു, അവർ നോമ്പ് പിടിച്ചിരുന്നു, അവർ സക്കാത്ത് കൊടുത്തിരുന്നു, അവർ ഹജ്ജ് ചെയ്തിരുന്നു. ഇന്ന് മുസ്ലിങ്ങൾ പറയുന്ന രൂപത്തിലല്ലെങ്കിലും. പക്ഷെ അവരെ പരിശുദ്ധ ഖുർആൻ, ഇസ്ലാം, അള്ളാഹു വേദക്കാരായി അംഗീകരിച്ചിട്ടില്ല. അവരെ മുശ്രിക്കുകളായി മാറ്റി നിർത്തുകയാണ് ചെയ്തത്. എന്തുകൊണ്ടെന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച വേദത്തിന്റെ വിശ്വാസങ്ങളൊന്നും തന്നെ അവരിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയായിരിക്കണം അള്ളാഹു അങ്ങനെ ചെയ്യാതിരുന്നത്.
അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പൂണൂല് ഇത് ഇങ്ങനത്തെ കുറെ ആചാരങ്ങളുടെ ബന്ധങ്ങൾ എല്ലാ സമൂഹങ്ങളിലും ഉണ്ടാകും. അതിന്റെ കാരണം എന്താണ്? പ്രവാചകന്മാർ മുഴുവനും വന്നത് അള്ളാഹിന്റെ അടുത്ത് നിന്നുള്ളതുകൊണ്ടാണ്. സർവലോക രക്ഷിതാവായ തമ്പുരാൻ നെല്ലിനാട് പ്രവാചകന്മാർ മുഴുവനും വന്നത്. ആ പ്രവാചകന്മാരിൽ ചിലർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്മാർ പഠിപ്പിച്ച ചില കർമ്മങ്ങളുടെ സ്വാധീനം ഇന്നത്തെ ഹിന്ദുക്കളുടെ കർമ്മങ്ങളിലും ഉണ്ടാകാം. ആ ഹിന്ദുക്കളുടെ കർമ്മങ്ങളിൽ ആ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ ആ പ്രവാചകന്മാർ പഠിപ്പിച്ച ചില കാര്യങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധമുണ്ടാകാം. അത് ചിലപ്പോ യേശുക്രിസ്തു പഠിപ്പിച്ച കർമ്മങ്ങളും മൂസാ നബി പഠിപ്പിച്ച കർമ്മങ്ങളും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കർമ്മങ്ങളും ബന്ധമുള്ളതുപോലെ ചിലപ്പോ ഭാരതത്തിലും പേർഷ്യയിലുമെല്ലാമുള്ള ആളുകൾ അവരുടെ കർമ്മങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാകാം. പക്ഷെ അത് ഇതെല്ലാം ഒരു ഇബ്രാഹിം നബിയിൽ നിന്ന് വന്നതാണ് എന്ന് സ്ഥാപിക്കേണ്ട ഒരവസ്ഥയില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും ഒരാൾക്ക് അങ്ങനെയുള്ള ഗവേഷണങ്ങളെ ആ ഗവേഷണം ചെയ്യുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തല്ല. പക്ഷെ ഇസ്ലാമിക പ്രബോധനത്തെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് കാര്യമാത്രം പ്രസക്തമായ യാതൊരു മെച്ചവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന വസ്തുത സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ആത്യന്തികമായി അവരെ വേദക്കാരാക്കുക എന്ന ലക്ഷ്യമാണ് പലപ്പോഴും അത്തരം ഗവേഷകന്മാർക്കുണ്ടാകാറുള്ളത്. സത്യത്തിൽ അതിന് യാതൊരു പഴുതും ഇസ്ലാം നൽകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുത്രപാരമ്പര്യത്തിലുള്ള ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും പഠിപ്പിച്ച കർമ്മങ്ങളെല്ലാം ഒരുപാട് വൈകല്യങ്ങളോടുകൂടിയാണെങ്കിലും ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്ന മക്കാ മുശ്രിക്കുകളെ വേദക്കാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തുകയും അവർ മുശ്രിക്കുകളാണ് എന്ന് പറയുകയും ചെയ്ത ആദർശമാണ് ഇസ്ലാം എന്നതുകൊണ്ട് തന്നെ വളഞ്ഞു തിരിഞ്ഞ് അബ്രഹാം എന്നുള്ള പേരും ബ്രഹ്മാവ് എന്നുള്ള പേരും ബന്ധപ്പെടുത്തിയും അതല്ലെങ്കിൽ ബാബിലോണിയയിൽ നിന്ന് കടന്നു വന്നതാകണം ഇതെല്ലാം എന്നെല്ലാം ഗവേഷണം ചെയ്തും അവരെ വേദക്കാരാക്കി തീർക്കുവാനുള്ള പരിശ്രമം കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കുക. ഈ ഗവേഷണങ്ങൾ തീർച്ചയായും ഗവേഷണങ്ങൾ നടത്തട്ടെ. പക്ഷേ യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട് എന്നും ആ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചത് അടിസ്ഥാനപരമായി ഒരേ ആദർശമായിരുന്നു എന്നുമാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു പ്രവാചകൻ എന്റെ അനുയായികളാണ് ഇവർ എന്നോ അവർ എന്നോ പറയുന്നതല്ല സാങ്കത്യമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. അടുത്ത് എൻ്റെ പേര് ഹരിശങ്കർ. എന്താ പേര്? ഹരിശങ്കർ. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്. ഇപ്പോൾ ശ്രീനാരായണ ഗുരു ആയാലും ചട്ടമ്പി സ്വാമികളാവും ഒക്കെ പ്രതിപാദിച്ചുള്ള ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് നബിയുടെ. അദ്ദേഹത്തോളം ഉത്തമം വേറെ ആരുള്ള രീതിയിൽ പ്രതിപാദിച്ചതാണ്. അത്രത്തോളം മഹത്തായ ഒരു നബിയുടെ ഫോളോവറായ മുസ്ലിം വിഭാഗം എന്തുകൊണ്ട് 100% അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ ഫോളോ ചെയ്യുന്നില്ല? ഒരു മുഹമ്മദ് നബിയുടെ വീക്ഷണങ്ങൾ അത് ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 100% പറയാൻ പറ്റുന്ന ഒരു ഭരണാധികാരി ഖലീഫ ഉമറാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മുസ്ലിം അല്ലാത്ത ഗാന്ധിജി ഇപ്പൊ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ പോലും അംഗീകരിച്ചത്. ഇന്ത്യയിൽ വരേണ്ട ഭരണം ഖലീഫ ഉമറിന്റെയാണ്. അപ്പൊ എന്തുകൊണ്ട് നബിയുടെ പിന്മുറക്കാർക്ക് 100% അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ ഫോളോ ചെയ്യാൻ സാധിക്കുന്നില്ല? ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും എല്ലാം ആദരിച്ചിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളിൽ പലർക്കും അനുധാവനം ചെയ്യാൻ കഴിയാത്തത് എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഈ ചോദ്യം സ്റ്റേജിനോടല്ല, സദസ്സിനോടാണ്. നിങ്ങളാണ് പറയേണ്ടത്, നമ്മളാണ് മറുപടി പറയേണ്ടത്. എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാത്തത്? യഥാർത്ഥത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ആ ജീവിതത്തിന്റെ സവിശേഷത അത് മാതൃകാപരമാണ് ഏത് രംഗത്തുമുള്ള ആളുകൾക്ക് എന്നതാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ എന്ന് പറയുന്നത്, ആ ജീവിതചര്യ അത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് പറഞ്ഞത്. ആ മാതൃക എല്ലാവരിലും മാനവികതയുണ്ടാക്കുന്നതാണ്. ആ മാനവികത ആര് സ്വീകരിച്ചാലും ആ മാനവികതയുണ്ടാകും.
എൻ്റെ ബഹുമാന സുഹൃത്തിൻ്റെ ചില നിരീക്ഷണങ്ങളിൽ അബദ്ധമുണ്ട്. അത് വേറൊന്നുമല്ല, അങ്ങനെ പിന്തുടരുന്ന ആരുമില്ല എന്നുള്ളൊരു നിരീക്ഷണം. ഉമർ റളിയല്ലാഹു അൻഹു ഒഴിച്ച് മറ്റാരുമില്ല എന്നുള്ളത് അത് ശരിയല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതി നിർദ്ദേശങ്ങളെ പ്രയോഗവൽക്കരിച്ച ഏറ്റവും വലിയ വ്യക്തിയായി അറിയപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ കാലഘട്ടം വളരെ കൂടുതലായിരുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇസ്ലാം കുറെ കൂടി വ്യാപകമായി വ്യാപിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നീതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഏറെ വ്യാപകമായി ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടു എന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് മുമ്പുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണെങ്കിലും, ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷമുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണെങ്കിലും, അലി റളിയല്ലാഹു അൻഹു ആണെങ്കിലും, മുആവിയ റളിയല്ലാഹു അൻഹു ആണെങ്കിലും, അതിനുശേഷമുള്ള ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ പോലെയുള്ള ഭരണാധികാരികളാണെങ്കിലുമെല്ലാം ലോകത്ത് മാതൃകാപരമായ ഭരണം കാഴ്ചവെച്ച ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്ത കാര്യങ്ങൾ നമുക്ക് അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഉമറിന്റെ കാര്യത്തിൽ ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നീതി നടപ്പാക്കുക വഴി അന്ന് ലോകത്തിന് പരിചയമില്ലാത്ത, അതാണ് ഇസ്ലാമിലെ നീതി സങ്കല്പം എന്നാൽ അതാണ്. ഇസ്ലാമിലെ നീതി സങ്കല്പം അത് സവിശേഷമാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് ലോകത്തിന് മനുഷ്യർക്കുള്ള നീതി എന്നത് പരിചയമുണ്ടായിരുന്നില്ല. ജാതികൾക്ക് നീതിയുണ്ടായിരുന്നു, പ്രദേശങ്ങൾക്ക് നീതിയുണ്ടായിരുന്നു, രാജാക്കന്മാർക്കും പ്രജകൾക്കും നീതിയുണ്ടായിരുന്നു. പ്രജകൾക്ക് വേറെ നീതി, രാജാക്കന്മാർക്ക് വേറെ നീതി. ജാതികൾക്ക് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഇന്ത്യയിലാണെങ്കിൽ പുറത്തു മറ്റ് രൂപങ്ങളിലുള്ള ജാതികൾക്ക് വ്യത്യസ്ത നീതികൾ. അതേപോലെ തന്നെ പണക്കാരനൊരു നീതി, പാവപ്പെട്ടവനൊരു നീതി. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നീതിയുടെ കാര്യത്തിൽ ഈ രൂപത്തിലുള്ള യാതൊരു രൂപത്തിലുമുള്ള വ്യത്യാസം ഉണ്ടാകരുത് എന്നാണ്. പരിശുദ്ധ ഖുർആൻ പ്രവാചകനോടും സത്യവിശ്വാസികളോടുമെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പറഞ്ഞത് അതാണ്. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇലെ 135-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സാക്ഷി നിൽക്കുന്നവർ എന്നുള്ള നിലക്ക് നീതിക്ക് വേണ്ടി നിലനിൽക്കണം, നീതിക്ക് വേണ്ടി നിലനിൽക്കണം. എന്നിട്ട് ഖുർആൻ പറയുന്നത് ആ നീതി നിങ്ങൾക്കെതിരാണെങ്കിലും, ആ നീതി നിങ്ങളുടെ സ്വന്തക്കാർക്കെതിരാണെങ്കിലും, നിങ്ങളുടെ ഭാര്യാസന്താനങ്ങൾക്കെതിരാണെങ്കിലും, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണെങ്കിലും, പണക്കാരനെതിരാണെങ്കിലും, പാവപ്പെട്ടവനെതിരാണെങ്കിലും നീതിക്ക് വേണ്ടി പൂർണ്ണമായും നിങ്ങൾ നിലനിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ നീതി നടപ്പാക്കി കൊണ്ട് കാണിച്ചു കൊടുത്തത് ആദ്യം മുഹമ്മദ് നബി തന്നെയാണ്. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കറിന്റെ കാലം വളരെ ചുരുങ്ങിയ കാലത്ത് മാത്രമേ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം അദ്ദേഹം മരിച്ചുപോയി. പിന്നീടാണ് ഉമർ റളിയല്ലാഹു അൻഹു വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഇസ്ലാമിക സാമ്രാജ്യം കുറെ കൂടി വിശാലമായി. അതുകൊണ്ട് തന്നെ ഉമറിന്റെ നീതി നടപ്പാക്കുന്ന രീതി ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. എന്താണ്? മുസ്ലിം ഒരു തെറ്റ് ചെയ്താൽ, ഒരു ജൂതൻ തെറ്റ് ചെയ്താൽ, ഒരു ക്രിസ്ത്യാനി തെറ്റ് ചെയ്താൽ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഭാഗക്കാരൻ തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ തെറ്റായി കാണുകയും ആ തെറ്റിനുള്ള ശിക്ഷ ഒരേപോലെ നടപ്പാക്കുകയും ചെയ്യുന്ന നീതി. അതോടൊപ്പം തന്നെ പാവപ്പെട്ടവനെയും പണക്കാരനെയും ഒരേപോലെ പരിഗണിക്കുന്ന നീതി, ഭരണാധികാരിയെയും പ്രജയെയും ഒരേപോലെ പരിഗണിക്കുന്ന നീതി. ഇത് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്, ഇത് ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഏറെ അറിയപ്പെടുവാനുള്ള കാരണമെന്ന് മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ ഇസ്ലാം പരിശുദ്ധ ഖുർആൻ പറയുന്നതനുസരിച്ച്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഇന്നും അവരുടെ ജീവിതത്തിൽ നീതി നടപ്പാക്കുകയും ആ പ്രവാചകന്റെ പഠിപ്പിച്ച രീതിയിലുള്ള ജീവിതക്രമം പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മനുഷ്യർ എന്നുള്ള നിലക്ക് ആളുകൾക്ക് ചിലപ്പോ ചെറിയതും വലുതുമായ തെറ്റുകൾ പറ്റുന്നുണ്ടാകാം. എന്നാൽ അതേപോലെ തന്നെ പിന്തുടരുന്ന ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതേസമയം രാഷ്ട്ര നേതൃത്വത്തെയാണ് എന്റെ സുഹൃത്ത് ഉദ്ദേശിക്കുന്നതെങ്കിൽ, രാഷ്ട്ര നേതൃത്വത്തിന് മനുഷ്യർ എന്നുള്ള നിലക്കുള്ള പരിമിതികളോ താല്പര്യങ്ങളോ അതല്ലെങ്കിൽ അതേ രൂപത്തിലുള്ള ഭൗതിക പ്രമത്തതകളോ എല്ലാം ഉണ്ടായി വരാം.
അവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രവാചകൻ പറയുന്നത് പിന്തുടർന്നാൽ നിങ്ങൾക്ക് ഇഹലോകത്ത് സമാധാനമുണ്ടാകും, മരണാനന്തര ജീവിതത്തിൽ സമാധാനത്തിന്റെ ഭവനമായ സ്വർഗലോകം സമ്മാനമായി കിട്ടുന്നതാണ്. അത് അതേപോലെ പിന്തുടരുക എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് പിന്തുടരുന്ന ആളുകൾ ഇന്നുമുണ്ട്, വൈയക്തികമായ ജീവിതത്തിലാണെങ്കിലും സാമൂഹികമായ ജീവിതത്തിലാണെങ്കിലും എന്നുള്ളതാണ് വാസ്തവം. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലുടനീളം കാണാൻ കഴിയുന്നതാണ്. അവിടെ ആ മുസ്ലിങ്ങൾ ആരും അങ്ങനെ പിന്തുടരുന്നില്ല എന്നുള്ള ഒരു ജനറലൈസേഷൻ ആ വിഷയത്തിൽ ശരിയല്ല. എന്നാൽ തീർച്ചയായും മുസ്ലിങ്ങൾ എല്ലാവരും അങ്ങനെ പിന്തുടരേണ്ടതാണ്. പക്ഷേ അങ്ങനെ പിന്തുടരാതിരിക്കുന്നത് പ്രവാചകൻ അറിയേണ്ടതുപോലെ പലപ്പോഴും മുസ്ലിങ്ങൾ തന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രവാചകൻ അറിയേണ്ടതുപോലെ അറിയുകയും മനസ്സിലാക്കുകയും പരിശുദ്ധ ഖുർആൻ അറിയേണ്ടതുപോലെ അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാതൃകാപരമായ ഒരു സമൂഹമായി മുസ്ലിങ്ങൾക്ക് മാറാൻ കഴിയും. അങ്ങനെ മാറിയതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഭൂതകാലത്തിന്റെ ചരിത്രം എന്ന് സൂചിപ്പിക്കുകയാണ്. അടുത്ത ചോദിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ്. കുറച്ച് വണ്ടികൾ ഈ ടെന്റിന് മുമ്പ് പാർക്ക് ചെയ്തത് അത്യാവശ്യമായി മാറ്റേണ്ടതുണ്ട്. അത് മറ്റുള്ള ആളുകൾക്ക് നീങ്ങാൻ സൗകര്യപ്രദമായിരിക്കും. വണ്ടിയുടെ നമ്പർ വായിക്കാം. H97905 മിസുബിഷി, N23709 ഫോർഡ്, B46431 ടൊയോട്ട, B8374 ടൊയോട്ട, R87350 ഹോണ്ട, J13433 ടൊയോട്ട, L36807 യാരിസ്. ഇത്രയും വണ്ടികൾ ഒന്ന് മാറ്റിക്കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യത്തിന് മുമ്പ് ഞാനൊരിക്കലും ബാക്കിയുള്ള ഒരാൾ ചോദ്യമാണോ ഉപയോദ്യമാണോ? അല്ല, ഞാൻ ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ, ഞാനൊരിക്കലും ബാക്കിയുള്ളവർ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലല്ല ചോദ്യം ചോദിച്ചത്. പക്ഷെ അങ്ങനെ ചെയ്യാത്തവരുണ്ടല്ലോ എന്ന രീതിയിലാണ് ചോദ്യം ചോദിച്ചത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. ഇപ്പോൾ ഇസ്ലാമികപരമായിട്ട് പറയുന്ന ഒരു ഡ്രസ് കോഡ്, ഇപ്പോൾ സാറ് അടക്കം ചെയ്തിരിക്കുന്നത് വെസ്റ്റേൺ കൾച്ചറിലെ ഡ്രസ് കോഡാണ്. അപ്പോൾ എന്താണ് അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ? ഇപ്പോൾ ഇസ്ലാമികപരമായി മനസ്സിലാക്കി കൊടുത്തോളാം, തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം. ഓക്കെ, ഒരു തൊപ്പി വെക്കണം, അതേപോലെ താടി. സാർക്ക് ഇപ്പോൾ തൊപ്പി ഞാൻ കണ്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഡ്രസ് കോഡ് ഒരു വെസ്റ്റേൺ കൾച്ചറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള ഒരു കാരണം? ഇസ്ലാമികമായ ഡ്രസ് കോഡ് എന്തുകൊണ്ടാണ് പലപ്പോഴും സ്വീകരിക്കപ്പെടാത്തത്, ഞാനടക്കമുള്ള ആളുകൾ എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തതെന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഇസ്ലാം ഡ്രസ് കോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭക്ഷണക്രമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ജീവിതക്രമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇവെല്ലാം ചില വിധിവിലക്കുകളാണ് പഠിപ്പിക്കുന്നത്. ആ വിധിവിലക്കുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഏത് രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കുവാനും ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. മദ്യം കഴിക്കാൻ പാടില്ല എന്ന് പറയും, പന്നിമാംസം കഴിക്കാൻ പാടില്ല എന്ന് പറയും, അതേപോലെ തന്നെ ഭക്ഷണം അമിതമാകാൻ പാടില്ല എന്ന് പറയും. പക്ഷെ ഭക്ഷണം എന്താകണം? അരിഭക്ഷണമാകാം, ഗോതമ്പിന്റെ ഭക്ഷണമാകാം, വേറെ എന്തെങ്കിലും ഭക്ഷണമാകാം. അതിനൊന്നും ഇസ്ലാം അവിടെ വിലക്ക് കൽപ്പിക്കുകയില്ല. ഇതേപോലെ തന്നെ സ്ത്രീകളോട് ഇസ്ലാം പഠിപ്പിച്ചത് മുഖവും മുൻകൈയും അടിച്ചുള്ള ശരീരഭാഗങ്ങളെല്ലാം അയഞ്ഞ വസ്ത്രം കൊണ്ട് മറക്കണമെന്നാണ്. അവിടെ ആ വസ്ത്രം ഏത് നിറമുള്ളതാകണം, ആ വസ്ത്രം ഏത് രൂപത്തിലുള്ളതാകണം, ഈ കാര്യത്തിലൊന്നും ഇസ്ലാം പ്രത്യേകമായൊരു നിയമം കൊണ്ടുവരുന്നില്ല. സൗകര്യപ്രകാരം സ്ത്രീകൾ പലപ്പോഴും കറുത്ത വസ്ത്രം ഉപയോഗിക്കുന്നു, അതല്ലാത്ത ഏത് നിറമുള്ള വസ്ത്രവും ഈ സ്പെസിഫിക്കേഷനിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം തൊപ്പി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഒരു ഭാഗമായി പഠിപ്പിച്ചു എന്നത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഒഴിച്ച് ബാക്കി എവിടെയും അത്തരം ഒരു ധാരണയില്ല. അറബികളെ സംബന്ധിച്ചിടത്തോളം അറബികളുടെ പ്രാദേശിക സംസ്കാരത്തിന്റെ ഭാഗമാണ് അവരുടെ ഈ തലപ്പാവ് എന്നുള്ളത്. അത് ആ പ്രാദേശിക സംസ്കാരമാണ് ഇസ്ലാമിക സംസ്കാരം എന്ന് ധരിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്. പ്രവാചകന്റെ കാലത്താണെങ്കിൽ പ്രവാചകൻ തലപ്പാവ് ധരിച്ചിരുന്നു. പക്ഷേ പ്രവാചകൻ മാത്രമല്ല, പ്രവാചകന്റെ ശത്രുക്കളടക്കം തലപ്പാവ് ധരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പ്രവാചകൻ ചെയ്തതുപോലെ തലപ്പാവ് ധരിക്കണം എന്ന് തീരുമാനിച്ചാൽ അത് പ്രവാചകൻ അനുകരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നത് ചിലപ്പോൾ അയാളുടെ കാര്യത്തിൽ നന്മയാകാം. എന്നാൽ അതൊരു ഇസ്ലാമിക് ഡ്രസ് കോഡ് എന്ന് പറഞ്ഞുകൂടാ. അതേപോലെ തന്നെ അറബികളുടെ ഈ നീളം വസ്ത്രം അതും ഒരു ഇസ്ലാമിക ഡ്രസ് കോഡ് എന്ന് പറഞ്ഞുകൂടാ. കാരണം റസൂലുള്ളാഹിന്റെ കാലത്ത്
ഈ രൂപത്തിൽ നീളം വസ്ത്രം ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ കാണുക. അത് പിൽക്കാലഘട്ടത്തിലാണ് ഈ രൂപത്തിലുള്ള വസ്ത്രം. അത് തീർച്ചയായും ഒരിക്കലും നടക്കാനും പോണ കാര്യമല്ല. നമുക്കറിയാം, അന്ന് ഈത്തപ്പനയിൽ കയറാനുള്ളവരാണ്, ഒട്ടകത്തെ നയിക്കാനുള്ളവരാണ് അറബികൾ. അവർക്ക് ഒരിക്കലും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു വസ്ത്രമല്ല ഇത് എന്നുള്ളത് നമുക്കറിയാം. ഈ നീളം വസ്ത്രം നമ്മൾ അബായാന്നോ അല്ല, ഇന്ന് നമ്മൾ കൗബുന്നോ അതല്ലെങ്കിൽ കന്തൂറ എന്നെല്ലാം പറയുന്ന വസ്ത്രം, ഈ വസ്ത്രം പിൽക്കാലഘട്ടത്തിലുണ്ടായ വസ്ത്രം മാത്രമാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ തുണിയും അതിനു മുകളിലുള്ള ഒരു ഷർട്ടിന്റെ മാതിരത്തെ വസ്ത്രവുമായിരുന്നു എന്നാണ് പ്രവാചകന്റെ നിർദ്ദേശങ്ങളിൽ നിന്ന്, അന്നത്തെ ചരിത്ര കഥനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായിരുന്നാലും അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷനോട് കൽപ്പിച്ചത്, നിനക്ക് മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള ഭാഗം എപ്പോഴും അന്യ സ്ത്രീകളുടെ മുന്നിൽ മറക്കേണ്ടതുണ്ട് എന്നാണ്. അതേപോലെ തന്നെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ തുണിയെടുക്കുമ്പോൾ അത് നെരിയാണയ്ക്ക് കീഴേക്ക് പോകരുത് എന്നുമാണ്. അവിടെ വേറെ ഏത് വസ്ത്രവും ധരിക്കാം. ഏത് വസ്ത്രം, പാൻറ് ഇടുകയാണെങ്കിലും തുണിയെടുക്കുകയാണെങ്കിലും വേറെ ഏത് വസ്ത്രം ധരിക്കുകയാണെങ്കിലും ഈ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറത്തേക്ക് പോകരുത് എന്നുള്ളതാണ് പ്രവാചകന്റെ ഇസ്ലാമികമായ വസ്ത്ര സമ്പ്രദായം എന്നാൽ അതാണ്. അതല്ലാതെ ഇതൊരു വെസ്റ്റേൺ വസ്ത്രം, ഇന്ത്യൻ വസ്ത്രം അങ്ങനെയൊന്നുമില്ല. തുണിയും കുപ്പായവും ഇന്ത്യൻ വസ്ത്രമാണ്. അതുകൊണ്ട് അത് ഇന്ത്യൻ വസ്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ പാൻറ്റും ഷർട്ടും വെസ്റ്റേൺ വസ്ത്രമാണ്, അതുകൊണ്ട് വെസ്റ്റേൺ വസ്ത്രമാണെന്ന് പറഞ്ഞിട്ട് നിഷേധിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഏത് വസ്ത്രം എടുത്താലും ആ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന നിർദ്ദേശം നെരിയാണിക്ക് കീഴോട്ടാകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം, മുട്ടുപുകളിന്റെ ഇടയിലുള്ള ഭാഗം കൃത്യമായി മറിഞ്ഞിരിക്കണം എന്നുള്ള നിർദ്ദേശം, അത് നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇത് അല്ലാതെ ഇസ്ലാമികമായ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ അങ്ങനെയുള്ളൊരു നിർദ്ദേശമില്ല എന്നുള്ളത് കൊണ്ടാണ് ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുന്നത്. എന്നാൽ ഇസ്ലാം രംഗത്ത് ചില പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പുരുഷന് പെണ്ണിന്റെ വസ്ത്രം ഉടുക്കാൻ പാടില്ല, ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. ഒരിക്കലും പുരുഷന്മാർ സ്ത്രീ വസ്ത്രം ഉടുക്കാൻ പാടില്ല, സ്ത്രീകൾ പുരുഷ വസ്ത്രം ഉടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ മതപരമായി ഉള്ള വസ്ത്രങ്ങൾ, ഇപ്പോൾ ഹിന്ദുക്കൾ മതപരമായി ഉപയോഗിക്കുന്ന വസ്ത്രം, ക്രിസ്ത്യാനികൾ മതപരമായി ഉപയോഗിക്കുന്ന വസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല മുസ്ലിങ്ങൾക്ക് എന്ന് നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിക്കൽ നിർബന്ധമാണ് താനും. അടുത്ത ചോദ്യം. താങ്ക് യു സാർ. മുസ്ലിം സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നിലേക്ക് കയറിയിരിക്കുക. ചോദ്യം ചോദിക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹാദ്, ഞാൻ ദുബായിലാണ്. സാർ, എൻ്റെ ചോദ്യം, ജന്മം കൊണ്ട് മുസ്ലിമായ ഒരു വ്യക്തി ഷഹാദ ചൊല്ലേണ്ടതുണ്ടോ? അദ്ദേഹം അത് ഷഹാദയിൽ ഉറച്ച വിശ്വാസം ഉണ്ടായ പോരെ? അങ്ങനെയെങ്കിൽ മറ്റു മതസ്ഥരായി ജനിക്കുന്നവർ ഷഹാദയിൽ വിശ്വാസം ഉണ്ടായാൽ അദ്ദേഹത്തിന് മതം മാറ്റത്തിൻ്റെ ഒരു ചടങ്ങിൽ ആവശ്യമില്ലാതെ തന്നെ അതിലേക്ക് കടന്നു വന്നുകൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ജന്മം കൊണ്ട് മുസ്ലിമായ ഒരു വ്യക്തി ഷഹാദത്ത് ചെല്ലേണ്ടതില്ല എന്നതുപോലെ ഒരു മുസ്ലിം അല്ലാത്ത കുടുംബത്തിൽ ജനിച്ച ഒരാൾ, അയാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാൾ ഈ ഷഹാദത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടായാൽ പോരെ അത് ചെല്ലേണ്ട ആവശ്യമുണ്ടോയെന്നാണ്. ആവശ്യമുണ്ട് എന്നാണ് ഉത്തരം. എന്തുകൊണ്ടെന്നാൽ അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവിടെ എന്തുകൊണ്ടാണത് അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, ജന്മം കൊണ്ട് മുസ്ലിം ആവുക എന്നൊരു ഏർപ്പാടില്ല. ഒന്ന്, മുസ്ലിം മാതാപിതാക്കളുടെ മകനായി ജനിക്കുന്നു ഒരാൾ, അയാൾ സ്വാഭാവികമായും ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമാണ്. മറ്റേയാൾ ഒരു മുസ്ലിം അല്ലാത്ത മാതാപിതാക്കളുടെ മകനായി ജനിക്കുന്നു, അയാൾ ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമല്ലാതെയാണ് ജീവിക്കുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു സാമൂഹിക മതമാണ്. ആ മതത്തിലേക്ക് അതല്ലാത്തൊരു സമൂഹത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ അയാൾ ഒരു പ്രവേശനം അയാൾക്ക് ആവശ്യമുണ്ട്. അയാൾ കടന്നു വരുന്നത് കൃത്യമായും നിയമപരമാകണം. നിയമപരമാകണമെങ്കിൽ അവിടെ രണ്ട് സാക്ഷികളുടെ മുന്നിൽ വെച്ച് അയാൾ കടന്നു വന്നു എന്നുള്ളത് നിയമപരമായി സ്ഥാപിക്കപ്പെടണം. അല്ലെങ്കിൽ പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങൾ പലതുമുണ്ട്. ഉദാഹരണത്തിന് അയാൾ രഹസ്യമായി മാനസികമായി മാറിയിട്ട് പിന്നെ ആ വിശ്വാസവുമായി നിന്നെന്ന് വിചാരിക്കുക. അയാൾ ആരും അറിയാതെ മരണപ്പെടുന്നു. മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനോടുള്ള കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക? മുസ്ലിമിന് നിർവഹിക്കാൻ നിർവാഹം ഉണ്ടാവില്ല. മുസ്ലിം മരണപ്പെട്ടു കഴിഞ്ഞാൽ മുസ്ലിമിന്റെ ഉത്തരവാദിത്വം അയാളുടെ മയ്യത്ത് സംസ്കരിക്കേണ്ടതുണ്ട്, മയ്യത്തിന് വേണ്ടി നമസ്കരിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്.
ഈ രൂപത്തിൽ ഉള്ളൊരു കാര്യം നിർവഹിക്കുവാൻ നിർവാഹം ഉണ്ടാകൂല. എന്തുകൊണ്ടാണത്? ഇയാൾ കടന്നു വന്നു എന്നുള്ളതിന് നിയമപരമായി തെളിവൊന്നുമില്ല എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ടുകൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തീർച്ചയായും പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷേ അതിലെ യുക്തിയും അതിലെ സാങ്കത്യവും നമുക്ക് ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വിനീതനായ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് അതിന്റെ അനിവാര്യത പല സന്ദർഭങ്ങളിലും ബോധ്യപ്പെടുക കൂടി ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുക കൂടി ചെയ്യാണ്. കാരണം ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാമിക സമൂഹം അറിഞ്ഞിരിക്കണം. അറിഞ്ഞിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് 2 സാക്ഷികളുടെ മുന്നിൽ വെച്ച് തന്നെ അയാൾ ഷഹാദത്ത് ചെല്ലണമെന്നും ആ ഷഹാദത്ത് ചെല്ലുക വഴി അയാൾ ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വരണമെന്നുമുള്ള നിയമമുണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ചെറിയ അറിയിപ്പ് കൂടി. ഈ ടെന്റിന്റെ പിൻവശത്തുള്ള 2 വണ്ടികൾ പാജറോ 8287 ഇൻഫിനിറ്റ് 87830 ഈ 2 വണ്ടി കൂടി മാറ്റി കൊടുത്താൽ ആ ഭാഗത്തുകൂടി എക്സിറ്റിന് സൗകര്യമാകും എന്ന് അറിയിക്കുന്നു. അടുത്ത ചോദ്യം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുൽ ജലീൽ, മലപ്പുറം ജില്ലയിലാണ് വീട്. എനിക്ക് ചോദിക്കാനുള്ളത്, മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ഖലഖൽ ഇൻസാന മിൻ തീൻ. വേറെ ഒരു സ്ഥലത്ത് ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് ഖലഖൽ ഇൻസാന മിൻ നുത്ഫ എന്ന് പറയുന്നുണ്ട്. വേറെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറയുന്നു. അതുപോലെ വേറെ ഒരു സ്ഥലത്ത് ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ എന്ന് പറയുന്നു. ഇവ തമ്മിലുള്ള ഒരു വിശദീകരണം ആവശ്യമാണ്. പരിശുദ്ധ ഖുർആനിൽ മനുഷ്യ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അത് മണ്ണിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ചെളിയിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്, നുത്ഫയിൽ നിന്നാണ് അഥവാ ബീജത്തിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്, അതേപോലെ അലഖിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്, നുത്ഫത്തിന് അംഷാജിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. ഇവ തമ്മിലുള്ള ബന്ധം ഇതൊരു വൈരുദ്ധ്യമല്ലേ? ഇത് ബന്ധം എന്താണ് എന്ന് വ്യക്തമാക്കണം എന്നാണ് ചോദ്യം. ഇവിടെ ഒന്നാമതായി മനുഷ്യ സൃഷ്ടി എന്ന് പറയുമ്പോൾ 2 തലങ്ങളിൽ നടക്കുന്നതാണത്. ഒന്ന് ആദി മനുഷ്യന്റെ സൃഷ്ടിയാണ്. സൃഷ്ടാവ് ഓരോ സൃഷ്ടികളെയും സൃഷ്ടിച്ചു, ഓരോ ജീവികളെയും സൃഷ്ടിച്ചു. ആദി മനുഷ്യനെ ഇതേപോലെ പടച്ചവൻ സൃഷ്ടിച്ചു. ആ ആദി മനുഷ്യനെ സൃഷ്ടിച്ചത് പടച്ചവൻ കളിമണ്ണിൽ നിന്നാണ്. അതാണ് തീനിൽ നിന്നാണ് എന്ന് പറയുന്നത്. ആദ്യ മനുഷ്യനെ പടച്ചവൻ സൃഷ്ടിച്ചത്, ആദമിനെ പടച്ചവൻ സൃഷ്ടിച്ചത് തീനിൽ നിന്നാണ്, കളിമണ്ണിൽ നിന്നാണ്. അതിനുശേഷം ആ ശരീരത്തിൽ നിന്ന് തന്നെ, ആദമിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ അവരുടെ ഇണയെയും സൃഷ്ടിച്ചു. ആദമിന്റെ വാരിയലിൽ നിന്നാണ് ഇണ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. പിന്നീട് മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള നിയമം പടച്ചവനുണ്ടാക്കി. ആ നിയമമാണ് പുരുഷ ബീജവും പെണ്ണിന്റെ ബീജവും തമ്മിൽ കൂടിച്ചേർന്നിട്ട് ആ പെണ്ണിന്റെ ശരീരത്തിൽ വളർന്നു വന്ന് 9 മാസവും ഏതാനും ദിവസവും കഴിഞ്ഞാൽ കുഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തി പുറത്തു വരണമെന്നുള്ള നിയമം. അവിടെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഒന്ന് നുത്ഫ, ബീജമാണ്. അവിടെ ഒന്നാമത്തെ നുത്ഫ എന്ന് പറയുന്നത് ബീജമാണ്. പുരുഷ ബീജമാണെങ്കിലും പെണ്ണിന്റെ ബീജമാണെങ്കിലും നുത്ഫ എന്ന് പറയാം. രണ്ടാമത് പറയുന്നത് നുത്ഫത്തിൻ അംഷാജി എന്നാണ്. നുത്ഫത്തിൻ അംഷാജ് എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്നുണ്ടായ ബീജം എന്നാണ് അർത്ഥം. കൂടിച്ചേർന്നുണ്ടായ ബീജം എന്ന് പറഞ്ഞാൽ പുരുഷ ബീജവും പെൺബീജവും ഒരുമിച്ച് ചേർന്നുണ്ടാകുന്ന സിക്താണ്ഡമാണ്. ഒന്നാമതായിട്ട് പുരുഷന്റെയും പെണ്ണിന്റെയും ബീജങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ നമ്മുടെ എല്ലാ മാതാപിതാക്കളുടെ ശരീരത്തിലെ 2 ബീജങ്ങൾ അർദ്ധകോശങ്ങൾ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഒന്നാമത്തെ കോശം ഉണ്ടായി. അതാണ് അവിടെ നുത്ഫത്തുൻ അംഷാജ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്ന അലഖ് എന്നാണ്. അലഖ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഈ നുത്ഫത്തുൻ അംഷാജ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു കോശം 2 കോശമായി, 4 കോശമായി, 8 കോശമായി, 16ഉം 32ഉം 64ഉം 128ഉം എല്ലാമായി ഇങ്ങനെ വിഭജിച്ചിട്ട് ഈ കോശം ഈ 8ാമത്തെ ദിവസമാകുമ്പോൾ ഇത് യോജിച്ച് 8ാമത്തെ ദിവസമാകുമ്പോൾ ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ പോയി അള്ളിപ്പിടിക്കും. ആ പറ്റിപ്പിടിച്ച് വളരുന്ന അതിനാണ് അലഖ് എന്ന് പറയുക. അള്ളിപ്പിടിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ അള്ളിപ്പിടിക്കുന്നതിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ അതാണ്. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ഓരോ സ്ഥലത്ത് പറയുന്നതും മനുഷ്യ സൃഷ്ടിയുടെ വ്യത്യസ്ത ഘട്ടങ്ങളെക്കുറിച്ചാണ്. ആ ഘട്ടങ്ങൾ ഓരോന്നും ശരിയാണ് താനും.
അടുത്ത ചോദ്യം. സഹോദര മതസ്ഥരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ആളുടെ മുമ്പിലേക്ക് വരിക. എനിക്ക് ചോദിക്കാനല്ല, എൻ്റെ പേര് അബ്ദുസലാം. ഞാൻ പരപ്പനങ്ങാടി താന്നൂരിൻ്റെ ഇടയിലുള്ള ഒരാളാണ്. മതസൗഹാർദ്ദം വിഷയമാക്കി നമ്മുടെ നാടുകളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രാസംഗികന്മാർ തൗഹീദ് സ്ഥാപിക്കാനായിട്ട് വന്ന റസൂലുള്ള മദീനത്തെ പള്ളിയിലും അന്യമതസ്ഥർക്ക് അല്ലെങ്കിൽ മദീനത്തെ പള്ളിയുടെ അടുത്ത് ആരാധനാ സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ള ഇതൊക്കെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. അതിന് മറപിടിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണാവുന്ന ഒരു കാര്യമാണ് സമൂഹ നോമ്പ് തുറ. അതേപോലെ അന്യമതസ്ഥരുടെ ആരാധനാ കർമ്മങ്ങളിലേക്ക് മുസ്ലിങ്ങളെ ക്ഷണിക്കുക എന്നുള്ള കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് ഇസ്ലാമിക വീക്ഷണത്തിൽ അക്ബർ സാഹിബിൻ്റെ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നജറാനിൽ നിന്ന് വന്ന ക്രൈസ്തവരെ പള്ളിയിൽ, മദീനയിലെ പള്ളിയിൽ അവിടെ നിന്ന് അവർക്ക് ആരാധിക്കുവാനുള്ള അവസരമുണ്ടാക്കി എന്നത് പ്രബലമായ ഹദീസുകളാൽ സ്ഥാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിരന്തരമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ പ്രവാചകൻ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് സ്വയായ ഹദീസില്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആദിമ സമൂഹം മുതൽ തന്നെ അത് ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു എന്നുള്ള വസ്തുത അത് നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റൂല. അഥവാ അങ്ങനെ ഒരാൾക്ക് മതസ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല ഇസ്ലാമിക രാഷ്ട്രത്തിൽ എന്ന ഒരു വീക്ഷണം ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ പള്ളിയിലോ അതിന്റെ പരിസര പ്രദേശത്തോ ആരാധിക്കുവാൻ അനുവദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. പക്ഷേ മതസ്വാതന്ത്ര്യം എന്നുള്ളത് ഇസ്ലാം എല്ലാവർക്കും അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ പ്രശ്നം തീർച്ചയായും ആരാധനാ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ പാടുണ്ടോ എന്നുള്ളതാണ്. ഒരു മുസ്ലിം അല്ലാത്തൊരു സുഹൃത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് വന്ന് ആ നോമ്പ് തുറക്കുന്നതിനോട് ഒരുമിച്ച് ചേരുക എന്നുള്ളത്, അതിനുവേണ്ടി ഒരു ആഘോഷവും മറ്റും നടത്തുന്നില്ലെങ്കിൽ അത് ഒരു തെറ്റാണ് എന്ന് പറയാൻ പ്രത്യേകമായ രേഖകളൊന്നുമില്ല. അങ്ങനെ നോമ്പ് തുറക്കുന്ന സമയത്ത് അയാളെ വിളിച്ച് അയാൾക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ആ അവസരം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും അപകടമുണ്ട് എന്ന് പ്രമാണങ്ങൾ വ്യക്തമാക്കുന്നതായി എനിക്ക് മനസ്സിലായിട്ടുമില്ല. ഒരാൾ നോമ്പ് തുറക്കുക എന്നുള്ളത് ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണത്തിൽ മാത്രം അയാൾ പങ്കാളിയാവുക എന്നുള്ളത് അയാളുടെ മതത്തിനെതിരല്ലെങ്കിൽ അയാൾ അങ്ങനെ പങ്കെടുക്കുന്നത് കൊണ്ട് ഒരു മുസ്ലിമിന് അയാൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള പ്രശ്നമുണ്ട് എന്ന് ഏതെങ്കിലും പ്രമാണങ്ങൾ വ്യക്തമാക്കുന്നതായി എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരാൾക്ക്, എൻ്റെ ഒരു അയൽവാസി, അയാൾക്ക് ഒരു അവസരമാണ് നോമ്പ് തുറയുടെ സമയത്ത് ഞാൻ ഒരു ദിവസം അയാളെ വിളിക്കുന്നു, അയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. അത് നോമ്പ് തുറപ്പിക്കുകയാണ് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയല്ല, അതിനുവേണ്ടി ഞാൻ വെച്ച പണത്തോടു കൂടിയല്ല. പക്ഷേ ആ സമയത്ത് അയാൾക്ക് നോമ്പിനെ കുറിച്ച് പറയുകയും ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ ഒരു അവസരമുണ്ടാവുകയും ചെയ്യുമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ അതിൽ എന്തെങ്കിലും വലിയ പാതകമുള്ളതായി പ്രമാണങ്ങളൊന്നും വ്യക്തമാക്കുന്നതായിട്ട് എനിക്കറിയില്ല. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് മതസ്ഥരുടെ ആരാധനാ കർമ്മങ്ങളിൽ അത് ബഹുദൈവാരാധനാപരമായ കർമ്മങ്ങളായതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കുക എന്നുള്ളത് അവന്റെ ആദർശത്തിന് വിരുദ്ധമാണ്. എന്തുകൊണ്ടെന്നാൽ ബഹുദൈവാരാധനയുമായി ബന്ധമുള്ള ഒരു രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലും പങ്കാളിയാകുവാൻ മുസ്ലിമിന് പാടില്ല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ബഹുദൈവാരാധനയുമായി ഏതെങ്കിലും രൂപത്തിൽ ബന്ധമുള്ള യാതൊരു കർമ്മങ്ങളിലും ഒരു വിശേഷങ്ങളിലും മുസ്ലിമിന് പങ്കെടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ മുസ്ലിം ഏറ്റവും അടിസ്ഥാനപരമായി വിചാരിക്കുന്നത്, ഏറ്റവും അടിസ്ഥാനപരമായി വെറുക്കുന്നത് ബഹുദൈവാരാധനയാണ്, സൃഷ്ടിപൂജയെയാണ്. ആ സൃഷ്ടിപൂജയുമായി ബന്ധപ്പെട്ട ഒരു കർമ്മങ്ങളിലും മുസ്ലിം പങ്കെടുക്കുകയില്ല, പങ്കെടുക്കുവാൻ മുസ്ലിമിന് പാടുമില്ല. തീർച്ചയായും ഈ റമദാൻ ഗാദറിങ്ങിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ
ഇത്തരം പരിപാടികളിൽ ചോദ്യോത്തരങ്ങളും മറ്റുമെല്ലാം സംഘടിപ്പിക്കുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നമ്മളോട് ചോദ്യം ചോദിച്ച പല സുഹൃത്തുക്കളും ആ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നിഷ്കളങ്കമായി പലപ്പോഴും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെയും ഖുർആനെയും മനസ്സിലാക്കുന്നത് കൊണ്ട് അവരുടെ എല്ലാ മനസ്സുകൾക്കകത്ത് ഒരുപാട് ധാരണ പിശകുകളുമായിട്ടാണ് അവർ ജീവിക്കുന്നത്. ദുബായിനെ പോലെയുള്ള മുസ്ലിങ്ങൾ ഭരിക്കുന്ന ഒരു പ്രദേശത്ത് അവർ വരികയും മുസ്ലിങ്ങളുടെ സമൂഹത്തിൽ ജീവിക്കുകയും ചെയ്ത് 10-15 കൊല്ലം ജീവിച്ചിട്ട് അവർ തിരിച്ചു പോകുന്നത് ഇസ്ലാമിനെ കുറിച്ച് അവർ വന്നതിനേക്കാൾ കൂടുതൽ തെറ്റിദ്ധാരണയുമായിട്ടാണെങ്കിൽ അതിന് ഉത്തരവാദികൾ ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിം സമൂഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ നമുക്ക് വലിയ ബാധ്യതയുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ അവതരണ മാസം ആഘോഷിക്കുകയാണ് റമദാനിലെ വ്രതാനുഷ്ഠാനത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. നാളെ മുതൽ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ആ ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ആരാധനാ നിമഗ്നമാകുന്ന നാളുകളാണ്. ആ ഖുർആൻ ഹുദൽ ലിന്നാസാണ്, മനുഷ്യർക്കുള്ള മാർഗദർശനമാണ്. മനുഷ്യർക്കുള്ള മൊത്തത്തിലുള്ള മാർഗദർശന ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിന്റെ അവതരണ മാസവും അവതരണ ദിവസവും ആഘോഷിക്കുന്ന മുസ്ലിങ്ങൾ തീർച്ചയായും ആ ഖുർആനിന്റെ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടിയുള്ള മാർഗരേഖയും മാർഗദർശനവും മാർഗരൂപങ്ങളും അതിലേക്ക് കടന്നു പോകുവാൻ നമുക്ക് ഉള്ള ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഈ ഒരു രാത്രി സമയത്ത് നമ്മൾ ഇതേപോലെയുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നത്. ഇവിടെ ചോദ്യങ്ങളും ഉത്തരങ്ങൾക്കും അപ്പുറത്ത് ഈ ചോദ്യോത്തരങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം നമ്മുടെ ചുറ്റുപാടുമുള്ള മുസ്ലിങ്ങളല്ലാത്ത സുഹൃത്തുക്കൾക്ക് ഈ സത്യസന്ദേശം എത്തിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന സന്ദേശമാണ്. ആ സന്ദേശം ഉൾക്കൊണ്ട് ഖുർആനിന്റെ യഥാർത്ഥത്തിലുള്ള വെളിച്ചം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്ന പ്രവർത്തനത്തിൽ നമ്മൾ എല്ലാവരും പങ്കാളികളാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം അവസാനിച്ചതായി നിങ്ങൾ അറിയിക്കുകയാണ്. അള്ളാഹു ഇവിടെ നമ്മൾ കൂടിയിരുന്നത് പോലെ നാളെ അവന്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.